أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ഖുൽ പറയൂ അയ്യു ഷൈഇൻ ഏതൊരു വസ്തുവാണ് ഏതൊരു കാര്യമാണ് അക്ബറു ഷഹാദത്തൻ ഏറ്റവും വലിയ സാക്ഷ്യം. ഖുൽ നീ പറയുക അല്ലാഹ് അത് അല്ലാഹുവാണ്. ഷഹീദും ബൈനി വ ബൈനക്കും എനിക്കും നിങ്ങൾക്കും ഇടയിലുള്ള ആ ഏറ്റവും വലിയ സാക്ഷ്യം. വ ഊഹിയ ഇലയ്യ എന്നിലേക്ക് ബോധനം നൽകപ്പെട്ടു ഹാദൽ ഖുർആൻ ഈ ഖുർആൻ ലി ഉന്തിറക്കും ബിഹി ഈ ഖുർആൻ കൊണ്ട് നിങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകാൻ വമം ബലഗ ഈ ഖുർആൻ എത്തിയവർക്കും. ഇന്നക്കും ലതഷ്ഹദൂന ഇനിയും നിങ്ങൾ തീർച്ചയായ സാക്ഷ്യം വഹിക്കുകയാണോ അന്ന മഅല്ലാഹി ആലിഹത്തൻ ഉഖ്റ അള്ളാഹുവിൻ്റെ കൂടെ വേറെയും ഇലാഹുകളുണ്ട് എന്ന്. കുൽ നീ പറയുക ലാ അഷ്ഹദു ഞാനൊരിക്കലും അങ്ങനെ സാക്ഷ്യം വഹിക്കുകയില്ല. കുൽ നീ പറയുക ഇന്നമാഹുവ നിശ്ചയമായും ആ അള്ളാഹു ഇലാഹും വാഹിദുൻ ഒരേ ഒരു ഇലാഹാണ്. വ ഇന്നനി ബരീഉം ഞാൻ മുക്തനാണ് മിമ്മാ തുശ്രികൂൻ നിങ്ങൾ ആ പങ്കു ചേർക്കുന്ന ഇലാഹുകളിൽ നിന്ന് ഞാൻ മുക്തനാണ്. അല്ലദീന ആതൈനാഹുമുൽ കിതാബ വേദം നൽകപ്പെട്ടവർ യഅരിഫൂനഹു ഈ യാഥാർത്ഥ്യത്തെ അറിയുന്നു. കമാ യഅരിഫൂന അബ്നാഅഹും അവരുടെ മക്കളെ അറിയുന്നത് പോലെ. അല്ലദീന ഖസിറു അൻഫുസഹും സ്വന്തത്തെ നഷ്ടപ്പെടുത്തിയ അവർ ഫഹും ലാ യുഅ്മിനൂൻ അവർ വിശ്വസിക്കുകയില്ല അംഗീകരിക്കുകയില്ല. വമൻ അദ്ലമു ഏറ്റവും അക്രമിയായവൻ ആരാണ് മിമ്മൻ ഒരുത്തനേക്കാൾ ഇഫ്തറ അവൻ വ്യാജം ചമച്ചിരിക്കുന്നു അലല്ലാഹി അള്ളാഹുവിൻ്റെ മേൽ കദിബൻ നുണ വ്യാജമായി ചമച്ചിരിക്കുന്നു. ഔ കസ്സബ ബി ആയാത്തിഹി അല്ലെങ്കിൽ ആ അള്ളാഹുവിൻ്റെ തെളിവുകളെ അവൻ തള്ളിക്കളഞ്ഞിരിക്കുന്നു ദൃഷ്ടാന്തങ്ങളെ. ഇന്നഹു നിശ്ചയമായും അവൻ ഇന്നഹു നിശ്ചയമായും കാര്യം ലാ യുഫ്ലിഹുൽ ളാലിമൂൻ അക്രമികൾ വിജയം വരിക്കുകയില്ല. വയൗമ നഹ്ശുറുഹും നാം അവരെ ഒരുമിച്ച് കൂട്ടുന്ന ഘട്ടം ജമീഅൻ മുഴുവത്തിനെയും. സുമ്മ നഖൂലു പിന്നെ നാം പറയും ലില്ലദീന അശ്റകു ഈ പങ്കു ചേർത്ത ആളുകളോട് ഞാൻ പറയും ഐന ശുറക്കാഉക്കും എവിടെയാണ് നിങ്ങളുടെ ആ പങ്കു ചേർത്ത ആളുകൾ ആ ശക്തികൾ എവിടെ. അല്ലദീന കുന്തും നിങ്ങളായിരുന്നു തസ്ഉമൂൻ നിങ്ങൾ അവർ അള്ളാഹുവിൻ്റെ പങ്കുകാരാണ് എന്ന് വാദിച്ചിരുന്നു. സുമ്മലം തെക്കും ഫിത്നത്തുഹും പിന്നെ അവരുടെ ആ പരീക്ഷണം ഉണ്ടാവുകയില്ല ഇല്ല അൻ ഖാലു അവർ പറഞ്ഞു എന്നതല്ലാതെ വല്ലാഹി അള്ളാഹുവാണ് സത്യം റബ്ബിന ഞങ്ങളുടെ രക്ഷിതാവേ മാ കുന്നാ മുശ്രിക്കീൻ ഞങ്ങൾ ഒരിക്കലും പങ്കു ചേർത്തിട്ടില്ല. ഉൻദുർ നീ നോക്ക് കൈഫ കദബു അല അൻഫുസിഹിം അവർ അവരുടെ സ്വന്തത്തിനുമേൽ നുണ പറയുന്നത് എങ്ങനെയെന്ന് നോക്കൂ. വല്ല അൻഹും അവരെ സംബന്ധിച്ച് വഴി മാറിപ്പോയി മാ ഖാനു യഫ്തറൂൻ അവർ ചമച്ച വ്യാജങ്ങളൊക്കെയും അവരുടെ വഴിമാറിപ്പോയി. വമിൻഹും അവരിലുണ്ട് മൻ യസ്തമിഉ ഇലൈക നിന്നിലേക്ക് ശ്രദ്ധിച്ചു കേൾക്കുന്നവരുണ്ട്. വജഅൽന നാം ആക്കിയിട്ടുണ്ട് അലാ ഖുലൂബിഹിം അവരുടെ മനസ്സുകൾക്ക് മേൽ അക്കിന്നത്തൻ ഒരു മറയുണ്ടാക്കിയിട്ടുണ്ട് അല്ലെങ്കിൽ ഒരു ഉറയുണ്ടാക്കിയിട്ടുണ്ട്. അൻ യഫ്ഖഹൂഹു അത് അവർ ശരിയായി ഗ്രഹിക്കുന്നതിൽ നിന്ന്. വഫി ആദാനിഹിം അവരുടെ ചെവികളിലുണ്ട് വക്റൻ ഒരു തടിപ്പ് ഉണ്ട് ഒരു കട്ടിയുണ്ട്. വ ഇൻ യറൗ അവർ കണ്ടാലും കുല്ല ആയത്തിൻ എല്ലാ തെളിവുകളും അവർ കണ്ടാലും ലാ യുഅ്മിനൂ ബിഹ അത് അവർ അംഗീകരിക്കുകയില്ല. ഹത്താ ഇദാ ജാഊക അവർ നിൻ്റെ അടുക്ക് വന്നാൽ യുജാദിലൂനക എന്നിട്ട് നിന്നോട് സംവദിച്ചാൽ യഖൂലുല്ലദീന കഫറു ഈ കാഫിരീങ്ങൾ പറയും ഇൻ ഹാദാ നിശ്ചയമായും ഇത് ഇല്ലാ അസാത്തീറുൽ അവ്വലീൻ ഇത് പൂർവീകരുടെ പുരാണങ്ങളല്ലാതെ ഒന്നുമല്ല എന്നവർ പറയും. വഹും അവർ യൻഹൗന അൻഹു അതിൽ നിന്ന് മറ്റുള്ളവരെ തടയുന്നു. വയൻഔന അൻഹു അതിൽ നിന്ന് അവർ സ്വയം അകന്നു പോകുന്നു. വഇൻ യുഹ്ലികൂന അവർ നശിപ്പിക്കുന്നില്ല ഇല്ലാ അൻഫുസഹും അവരെ തന്നെയല്ലാതെ. വമാ യശ്ഉറൂൻ അവർക്ക് ആ ബോധവുമില്ല. വലൗ തറ നീ കാണുകയാണെങ്കിൽ
ഇത് വഖിഫു അവർ നിർത്തപ്പെടുന്നത് നീ കാണുകയാണെങ്കിൽ അലന്നാരി നരകത്തിന് മേൽ. ഫഖാലു അപ്പോൾ അവർ പറയും യാ ലൈതന ഞങ്ങളുടെ നാശമേ, ഞങ്ങളായിരുന്നെങ്കിൽ നന്നായിരുന്നു, നുറദ്ദു ഞങ്ങൾ മടക്കപ്പെട്ടിരുന്നുവെങ്കിൽ, വലാ നുകദ്ദിബ ബി ആയാത്തി റബ്ബിന ഞങ്ങളുടെ റബ്ബിൻ്റെ ദൃഷ്ടാന്തങ്ങളെ കളവാക്കാതിരിക്കാനും, വനകൂന മിനൽ മുഅ്മിനീൻ ഞങ്ങൾ മുഅ്മിനീങ്ങളിൽ പെട്ടവരായിരിക്കാനും വേണ്ടി ഞങ്ങളെ ഒന്ന് മടക്കിയിരുന്നുവെങ്കിൽ. കഴിഞ്ഞ 18 ആയത്തുകളിലായിട്ട് ഈ സൂറത്തുൽ അൻആമിൻ്റെ 18 കഴിഞ്ഞ 18 ആയത്തുകൾ, ഇത് 19ാമത്തെ ആയത്താണ്. ഇതിൽ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ നിരവധിയായ പ്രാപഞ്ചിക ദൃഷ്ടാന്തങ്ങളെക്കുറിച്ചിട്ട് ഈ ഖുർആൻ ഈ 18 ആയത്തുകളിലൂടെ നമ്മുടെ മുന്നിൽ വെച്ചു. മനുഷ്യനെന്ന ഈ ഉന്നത സൃഷ്ടിക്ക് ഒരു നിലക്കും ഒഴിഞ്ഞുമാറാൻ കഴിയാത്ത ന്യായങ്ങളിലൂടെ ഈ പ്രപഞ്ചത്തിനോ അതിലെ ഉത്തരവാദിത്തമുള്ള ഈ സൃഷ്ടിയായ മനുഷ്യനോ അള്ളാഹുവല്ലാത്ത മറ്റൊരു സർവാധിപതിയോ സ്രഷ്ടാവോ നിയമശാസകനോ ഇല്ല. അതാണ് ഇതുവരെ പറഞ്ഞ കാര്യങ്ങളുടെ ആകത്തുക എന്ന് പറയുന്നത്. ഇനി ആ സാക്ഷ്യം പറയുന്നതിനെക്കുറിച്ച് പറയാം. അതങ്ങനെയല്ല എന്ന് സ്ഥാപിക്കുക അത് ആരെക്കൊണ്ടും സാധ്യമല്ല. ഇത് അള്ളാഹുവല്ല എന്ന് സ്ഥാപിക്കാൻ ആരെക്കൊണ്ടും സാധ്യമില്ല. ഏതോ നിലക്ക് അള്ളാഹുവല്ലാത്തവർക്കും പങ്കുണ്ട് എന്ന് വാദിക്കുന്ന അങ്ങനത്തെ ആളുകൾ, അങ്ങനെ അവരെയാണ് നമ്മൾ മുശ്രിക്കുകൾ എന്ന് പറയാം. അത് അവർക്ക് നമ്മുടെ മുന്നിൽ വെക്കാനുള്ള വാദം എന്താണെന്ന് ചോദിച്ചാൽ അത് കേവല പാരമ്പര്യവാദങ്ങളാണ്. പാരമ്പര്യം അങ്ങനെയാണ് എന്നല്ലാതെ, അതായത് പ്രാമാണികമായോ ബുദ്ധിപരമായോ മറ്റൊരു തെളിവുകളും ആ വാദത്തിന് വേണ്ടി അവർക്ക് മുന്നിൽ വെക്കാനില്ല. ദൈവത്തെ നിഷേധിക്കുന്നു എന്ന് പറയുന്ന ആളുകളുടെ കാര്യം, അവരും വാസ്തവത്തിൽ ഒരു തരം ശിർക്കാണ്. അതായത് അള്ളാഹുവിൻ്റെ സ്ഥാനത്ത് ഒന്നുകിൽ പ്രകൃതി അല്ലെങ്കിൽ സയൻസ് പോലത്തെ സാധനങ്ങളെ കൊണ്ടുവെക്കുക എന്നുള്ളത് ചെയ്യാം. ഒന്ന് മക്ക മുശ്രിക്കുകളുടെ ആ പാരമ്പര്യമാണെങ്കിൽ മറ്റൊന്ന് പാശ്ചാത്യരുണ്ടാക്കിയ ശിർക്കിന് അത്രേ വ്യത്യാസമുള്ളൂ. അപ്പോൾ ആ കാര്യങ്ങൾ അങ്ങനെയാണ്. പ്രപഞ്ച സൃഷ്ടാവ് ഉണ്ടെന്ന കാര്യത്തിലും അത് ഒന്നേ ഉള്ളൂ എന്നുള്ള കാര്യത്തിലും ഏറെക്കുറെ എല്ലാ ബഹുദൈവാരാധ്യരും ഒരേ അഭിപ്രായക്കാരാണ്. പ്രപഞ്ച സൃഷ്ടാവ് ഉണ്ട്, അത് ഒന്നേ ഉള്ളൂ. പക്ഷേ ആ പ്രപഞ്ച സൃഷ്ടാവിൻ്റെ ഇടപെടൽ പ്രായോഗിക ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോഴാണ് നിരവധിയായ വിഭജനങ്ങൾ ഉണ്ടാകുന്നത്. പ്രായോഗിക ജീവിതത്തിലേക്ക് ഇത് വരുമ്പോൾ അതിനെയാണ് നമ്മൾ ശിർക്ക് എന്ന് പറയാം. പറയുമ്പോഴൊക്കെ ഒന്നാണ്. ഇപ്പോൾ ത്രിയേകത്വം എന്ന് പറയുമ്പോഴും ഒരു ഏകത്വമുണ്ട്. പക്ഷെ പ്രാക്ടിക്കൽ ലൈഫിലേക്ക് കാര്യങ്ങളെ വരുമ്പോൾ അവിടെയാണ് ഈ ശിർക്ക് പ്രകടമാകുക. അതിനെതിരെയാണ് ഇസ്ലാം. അതാണ് തൗഹീദും ഷിർക്കും. ഇത് പ്രകടമാകുക പ്രാക്ടിക്കൽ ലൈഫിലാണ്, തത്വത്തിൽ അല്ല. അതിന് അവർ പറയുന്ന ന്യായം എന്ന് പറഞ്ഞാൽ കേവല പാരമ്പര്യങ്ങൾ മാത്രമാണ് ഈ ഷിർക്കിനുള്ളത്. സ്രഷ്ടാവ് ഒരേ ഒരു ദൈവം തന്നെയെങ്കിലും ഭൂമിയുടെയും മനുഷ്യരുടെയും ഒക്കെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ പലരെയും ഏൽപ്പിച്ചിരിക്കുന്നു. കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത് അവരാണ്. അതാണ് മുദബ്ബിറുൽ ആലം എന്ന് നമ്മൾ ഈ പറഞ്ഞു വരുന്ന സാധനം. അതുകൊണ്ടാണ് ഫൽ മുദബ്ബിറാത്തി അംറ എന്ന് പറയുമ്പോൾ അത് മടവൂരിലേക്ക് നീട്ടിയിട്ട് വ്യാഖ്യാനിക്കുന്നത്. അതാണ് ഇത് ശിർക്ക് എന്ന് പറയുന്ന സാധനം. അതുകൊണ്ട് ആദ്യം പ്രീണിപ്പിക്കേണ്ടത്, കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് ഇവരാണ് എന്നതുകൊണ്ട് ആദ്യം പ്രീണിപ്പിക്കേണ്ടത് ഇവരെയാണ്, അള്ളാഹുവിനെ അല്ല. ഇവരെ പ്രീണിപ്പിച്ചെങ്കിലേ അള്ളാഹു പ്രീണിക്കുകയുള്ളൂ. ഇതാണ് ഇവരുടെ പ്രായോഗികമായ ഇതിൻ്റെ സമീപനം. അതിനുള്ള തെളിവ് അവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഖാലു ബൽ വജദ്ന ആബാഅന കദാലിക യഫ്അലു എന്നാണ്. ഞങ്ങളുടെ പൂർവികൾ അങ്ങനെ ചെയ്യുന്നതായിട്ട് ഞങ്ങൾ കണ്ടു. അത്രേ തെളിവുള്ളൂ. ഏത് കാലത്തും അത് അങ്ങനെ തന്നെ. ആ കാലത്തും നൂഹ് നബിയുടെ കാലത്തും ഇപ്പോഴും ഒക്കെ അത് അങ്ങനെ തന്നെയാണ്. അതാണ് അവരുടെ പിടിവള്ളി എന്ന് പറയുന്നത്. അതിനെതിരെ ഖുർആൻ അവരോട് ചോദിക്കുന്ന ചോദ്യം അവലൗ കാന ആബാഉഹും ലാ യഅഖിലൂന ശൈഅൻ വലാ യഹ്തദൂൻ ആണ്.
അവരുടെ ആ പൂർവികർ ഒന്നും ഗ്രഹിക്കാത്തവരും അള്ളാഹുവിൽ നിന്ന് സന്മാർഗം കിട്ടാത്തവരുമാണെങ്കിലും നിങ്ങൾ അങ്ങനെ തന്നെ ചെയ്യുമെന്നാണ്. നമ്മുടെ മറുപടി എന്താ ചോദിച്ചാൽ ഞങ്ങൾ അങ്ങനെ തന്നെ ചെയ്യുന്നതാണ്, ഞങ്ങൾ അങ്ങനെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നാണ്. അതായത് ഖുർആൻ പറയുന്ന വിഷയം ഇതൊരു ഗൗരവപ്പെട്ട വിഷയമാണ്. ഖുർആൻ ഈ ചർച്ച ചെയ്യുന്ന വിഷയം ഒരു ഗൗരവപ്പെട്ട വിഷയമാണ്. അതിഗംഭീരവും ഗൗരവപ്പെട്ടതുമായ ഒരു സംവിധാനത്തിനകത്താണ് നമ്മളുടെ ജീവിതം. അതായത് ഈ പ്രപഞ്ചത്തിൽ അനന്ത വിശാലമായ ഈ പ്രപഞ്ചത്തിൽ തുല്യതയില്ലാത്ത ഒരു ചെറിയ ഭൂമിയിലാണ് നമ്മളുള്ളത്. അതിനകത്താണ് നമ്മൾ ഈ ജീവിക്കുന്നത്. അതിലെ തന്നെ തുല്യതയില്ലാത്ത മറ്റൊരു സൃഷ്ടിയാണ് മനുഷ്യൻ. അപ്പോൾ അതിനും അതാണ് ഞാൻ പറഞ്ഞത്, ഈ ഖുർആൻ്റെ കോർ എന്ന് പറയുന്നത് സ്രഷ്ടാവും മനുഷ്യനായ ഈ സൃഷ്ടിയുമാണ്. പ്രധാന സ്ഥാനത്ത് നിന്നിട്ട് അതിനെക്കുറിച്ചാണ് ചർച്ച. അത്രയും ഗൗരവമായൊരു വിഷയത്തിൽ ആ ഭൂമി എങ്ങനെ കൈകാര്യം ചെയ്യണം, ആ മനുഷ്യൻ എങ്ങനെ ജീവിക്കണം എന്ന വിഷയത്തിൽ അള്ളാഹു മാർഗദർശനം നൽകാതിരിക്കുമോ? അത് നമുക്ക് സ്വയം ചോദിക്കാനുള്ള ഒരു ചോദ്യമാണ്. പ്രത്യേകിച്ചും തെറ്റായ നിലയിലുള്ള ഏത് ഇടപെടലും ഈ ഭൂമിക്കും മനുഷ്യനും നാശം വരുത്തുന്നുള്ള കാര്യം ഉറപ്പാണ്. അതായത് ഒരു പ്രവർത്തനവും അതിൻ്റെ ഇമ്പാക്റ്റ് ഇല്ലാതെ പോവില്ല. അത്രയും ഗംഭീരമായൊരു വിഷയം കൈകാര്യം ചെയ്യുന്ന ഈ മനുഷ്യൻ, അവന് മാർഗദർശനം നൽകാതെ അള്ളാഹു വിടുമോ? ഈ മനുഷ്യരിലെ അക്രമികളായ മനുഷ്യർ മറ്റു മനുഷ്യരെ അടിച്ചമർത്തുന്നു, കൊല്ലുന്നു, പീഡിപ്പിക്കുന്നു, ചൂഷണം ചെയ്യുന്നു. മറ്റുള്ളവർക്കും തുല്യാവകാശമുള്ള, എല്ലാ ജീവികൾക്കും അവകാശമുള്ള ഈ സമ്പത്ത് അന്യായമായി കവർന്നെടുത്ത് തിന്നുന്നു. അവർ വലിയ സുഖഭോഗങ്ങൾ അനുഭവിക്കുന്നു. ഇതൊക്കെ അള്ളാഹു ഇങ്ങനെ നോക്കിയിരിക്കുന്നു വിചാരിക്കാൻ നമ്മൾ അത്ര വിഡ്ഢികളാണോ എന്നാണ്. അത് അങ്ങനെ സംഭവിക്കുമെന്ന്. കാരണം അത് ഈ പ്രപഞ്ചത്തിൻ്റെയും ഈ ഭൂമിയുടെയും നമ്മുടെയും ഈ സംവിധാനം വെച്ച് നമുക്ക് ചോദിക്കാൻ പറ്റുന്ന ചോദ്യമാണ്. ഈ ഒരു സൗകര്യം അതായത് എൻ്റെ ഇഷ്ടത്തിന് എനിക്ക് ജീവിക്കുക, ഈ സൗകര്യത്തിന് വേണ്ടിയാണ് മനുഷ്യൻ ഈ ഷിർക്ക് ഉണ്ടാക്കിയത്. അതായത് ഷിർക്ക് ഉണ്ടാക്കിയാൽ പിന്നെ എൻ്റെ ഇഷ്ടം ആരെയാണോ ഞാൻ പ്രീണിപ്പിക്കുന്നത് അയാൾ പ്രത്യേകിച്ചൊരു നിർദ്ദേശവും നൽകില്ല. അയാളുടെ പേരിൽ നമ്മൾ വെച്ചിട്ട് നമ്മുടെ ഇഷ്ടത്തിനെ ആരോപിച്ച് നമ്മളത് ചെയ്യാം. അതാണ് ഷിർക്കിൻ്റെ സൗകര്യം എന്ന് പറയുന്നത്. അതാണ് അള്ളാഹുവിൻ്റെ അടിമത്തത്തിൽ നിന്ന് കുതറി മാറാനുള്ള ശ്രമമാണ് ഷിർക്ക്. അതാണ് ഈ ഷിർക്ക് ഇത്ര വലിയ പ്രശ്നമായി മാറുന്നത്. ഇത് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയില്ലെങ്കിൽ നമുക്ക് തോന്നും അള്ളാഹ്ക്ക് ഇപ്പം എന്താ ബാക്കിയുള്ള കുറ്റങ്ങളൊക്കെ പുറത്തു കൊടുക്കുന്നത് പോലെ ഇതുകൊണ്ട് പുറത്തു കൊടുത്താൽ പോരെ എന്നൊക്കെ നമുക്ക് തോന്നും. പക്ഷേ ഇത് ബാധിക്കുന്നത് ഭൂമിയെയും ഈ മനുഷ്യരെയും മൊത്തമാണ്. വ്യക്തിയും സമൂഹവും രാജ്യങ്ങളും ഗവൺമെൻറ്റുകളും കോർപ്പറേറ്റുകളും സാമ്രാജ്യങ്ങളും ഇസ്ലാമല്ലാത്ത സർവ്വ മതങ്ങളും ഇസങ്ങളും ഒക്കെ നിലകൊള്ളുന്നത് ഈ ഷിർക്കിന് വേണ്ടിയാണ്. അതുകൊണ്ടാണ് ഇസ്ലാം മാത്രം വേറിട്ട് നിൽക്കുന്നതും ഇസ്ലാമിനെ മാത്രം എല്ലാവരും കുതിര കയറുന്നതിൻ്റെയും പോയിൻ്റ് അവിടെയാണ്. കാരണം ഇത് അംഗീകരിക്കാത്ത ഒരേ ഒരു സിസ്റ്റമേ പ്രായോഗിക ലൈഫിൽ അല്ലെങ്കിൽ പോലും തത്വത്തിലെങ്കിലും അംഗീകരിക്കാത്ത ഒരേ ഒരു സംഭവമേ ഉള്ളൂ ഇസ്ലാം. ശിർക്കനെ അംഗീകരിക്കാത്ത, ഒന്നും സൃഷ്ടിക്കാത്ത, ഒന്നിൻ്റെ മേലും ഒരു അധികാരവുമില്ലാത്ത, എപ്പോൾ ജനിക്കുമെന്നോ എവിടെ ജനിക്കുമെന്നോ എത്ര കാലം ഇനി ഉണ്ടാവുമെന്നോ ഉണ്ടായാൽ തന്നെ എവിടെ ഉണ്ടാവുമെന്നോ എങ്ങനെയുണ്ടാവുമെന്നോ ഒന്നും അറിയാത്ത ആളുകൾ, അങ്ങനത്തെ ആളുകൾ അവരാണോ നമുക്ക് സ്രഷ്ടാവിനെക്കുറിച്ചും ഈ പ്രപഞ്ചത്തിനെക്കുറിച്ചും പറഞ്ഞു തരേണ്ടത്? അവരാണോ അതിന് സാക്ഷ്യം വഹിക്കേണ്ടത്? അതോ ആരാണ് ചോദിക്കുക? ആ ചോദ്യത്തിനെ മുൻനിർത്തിയിട്ടാണ് നമ്മൾ ഈ അടുത്ത ആയത്തിലേക്ക് കടക്കുക. ഇതിൽ നിങ്ങൾ ഈ ആയത്തിലേക്ക് നിങ്ങൾ നോക്കിയിട്ടുണ്ടെങ്കിൽ ഒരു ആയത്തിൻ്റെ ഉള്ളിൽ എത്ര വഖഫുകൾ ഉണ്ട് നോക്കുക. 6 വഖഫുകൾ കാണാം നിങ്ങൾക്ക് ഈ ആയത്തിൽ. എന്താ ഈ വഖഫുകളുടെ അർത്ഥം? വഖഫുകൾ നമ്മളെ ശ്വാസവുമായി ബന്ധപ്പെട്ട ഒരു സംഗതിയല്ല, അത് അതിൻ്റെ ആശയവുമായി ബന്ധപ്പെട്ടതാണ്. അതുകൊണ്ടാണ് അവിടെ അങ്ങനെ ചെറിയ ചെറിയ സ്ഥലങ്ങളിലൊക്കെ ഇത്ര വഖഫ്. അതായത് അവിടെയൊക്കെ നിന്ന് നമ്മൾ ചിന്തിച്ച് പോകണമെന്നാണ്. ഇത് കൂലി കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു പാരായണം മാത്രമായിട്ട് എടുത്താൽ പോരാ. കാരണം അത്രയും ഗൗരവപ്പെട്ട വിഷയമാണ് ഈ മനുഷ്യനെ സംബന്ധിച്ച് അള്ളാഹു പറയുന്നത്. അതാണ് കുൽ അയ്യു ഷൈഇൻ അക്ബറു ഷഹാദ. ഏത് വസ്തുതയാണ് ഏറ്റവും വലിയ സാക്ഷ്യം എന്നാണ്. മനുഷ്യൻ്റെ മുന്നിൽ പറയേണ്ട സാക്ഷ്യം എന്താണ്?
അത് കുൽ അള്ളാഹുവാണെന്നാണ്. അള്ളാഹുവാണ് മനുഷ്യൻ സാക്ഷ്യം വഹിക്കേണ്ട ഏറ്റവും പ്രധാനമായ കാര്യം. അത് അള്ളാഹുവാണ്. അതായത് ഒരേ ഒരു ഇലാഹ്. ഷഹീദും ബൈനി വ ബൈനക്കും, റസൂല് പറയാം, എനിക്കും നിങ്ങൾക്കുമിടയിലുള്ള സാക്ഷ്യം അതാണ്. സാക്ഷ്യം ഞാൻ പറയേണ്ടതും നിങ്ങൾ കേൾക്കേണ്ടതുമായ സാക്ഷ്യം അതാണ് ഏറ്റവും പ്രധാനമായ സാക്ഷ്യം. വ ഊഹിയ ഇലയ്യ, എന്നിലേക്ക് ബോധനം നൽകപ്പെട്ടു, ഹാദൽ ഖുർആൻ, ഈ ഖുർആൻ എന്നിലേക്ക് ബോധനം നൽകപ്പെട്ടത് അതിനാണ്. അത് പറയാനാണ് ഈ ഖുർആൻ എന്നിലേക്ക് ബോധനം നൽകപ്പെട്ടത്. ലി ഉന്ദിറക്കും ബിഹി, അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകണം. വമൻ ബലഗ, അത് ഈ ആശയം എത്തിയവർക്കും മുന്നറിയിപ്പ് നൽകണം. ഇത് ആശയം എത്തിയവർ എന്ന് പറയുമ്പോൾ ഇത് കേട്ട നമ്മൾ, ഇത് മനസ്സിലാക്കിയ നമ്മൾ മറ്റുള്ളവർക്ക് എത്തിക്കാൻ ബാധ്യസ്ഥരാണ് എന്നുകൂടി അതിൽ നിന്ന് വരുന്നുണ്ട്. അതായത് നമ്മൾ എന്താണോ ഈ ഖുർആനിൽ നിന്ന് മനസ്സിലാക്കുന്നത് അത് മറ്റുള്ളവർക്ക് എത്തിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. അവരത് അംഗീകരിക്കുന്നുണ്ടോ ഇല്ലേ എന്നുള്ളത് നമ്മുടെ വിഷയമല്ല, അത് നമ്മുടെ വിഷയമേ അല്ല. പക്ഷെ നമ്മളിത് എത്തിക്കുക എന്നുള്ളത് നമ്മളുടെ ബാധ്യതയാണ്. ഇതിൻ്റെ ഒരു ഭാഗമാണ് നമ്മൾ വെള്ളിയാഴ്ചകളിൽ നടത്തുന്ന ഖുതുബ. ഇത് എത്തിക്കുന്നതിൻ്റെ റസൂലിൻ്റെ ഖുതുബനെ കുറിച്ചൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഖുർആൻ പറയും, അതിങ്ങനെ വിശദീകരിച്ച് കൊടുക്കും. പക്ഷേ നമ്മൾ ആദ്യം അടച്ചു കളഞ്ഞത് ആ വാതിൽ നമ്മൾ ആദ്യം അടച്ചു കളഞ്ഞു. അത് അറബിയിൽ തന്നെ ആയിരിക്കണം എന്ന് ചില ഷർത്തുകളൊക്കെ ഉണ്ടാക്കി. പണ്ഡിതന്മാർ പറയുന്നത് ഹിജ്റ 4-ാം നൂറ്റാണ്ട് വരെ അങ്ങനെ ഒരു ഏർപ്പാടെ ആരും പറഞ്ഞിട്ടില്ല എന്നാണ്. ഹിജ്റ 4-ാം നൂറ്റാണ്ട് വരെയുള്ള ഗ്രന്ഥങ്ങളിലൊന്നും ഇത് അറബി ഭാഷയിലായിരിക്കണം എന്ന് കാണാനില്ല. അതിൻ്റെ ശേഷം ഖുറാസാനി പണ്ഡിതന്മാരാണ് പിന്നെ ഇത് അറബി ഭാഷയിലായിരിക്കണം എന്ന് പറഞ്ഞത്. കാരണം എന്താ വെച്ചാൽ ഓരോ ഇതിൻ്റെ ബാക്കി പറയുന്ന കാര്യങ്ങളൊക്കെ ഇതിനോട് നമ്മൾ ചേർത്ത് വെച്ച് നോക്കണം. എത്ര ആസൂത്രിതമായിട്ടാണ് ഇത് ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനെ തടഞ്ഞത് എന്ന് പറയുമ്പോൾ ഇത് അറബി ഭാഷയിലായിരിക്കണം, ഭയങ്കര ആദരവാണ് ആ സംഭവം എന്നൊക്കെയാണ് നമുക്ക് കേട്ടാൽ തോന്നുക. പക്ഷേ ഇതിൻ്റെ ഒരു ഉദ്ദേശമുണ്ടല്ലോ, ഒരു ഉദ്ദേശ ലക്ഷ്യമുണ്ട്. ഈ ഖുതുബയുടെ ഒരു ഉദ്ദേശ ലക്ഷ്യമുണ്ട്. ഖത്തബ എന്ന് പറഞ്ഞാൽ തന്നെ ഗൗരവത്തിൽ പറയുന്ന കാര്യങ്ങൾക്കാണ് ഖുതുബ, ആ വാക്കന്നെ അങ്ങനെ. അപ്പോൾ അതിനെ പല നിലക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വ്യാഖ്യാനിച്ച് അത് 2 നമസ്കാരത്തിൻ്റെ സ്ഥാനത്താണ്, അത് അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞ് ഫാത്തിഹ നിങ്ങൾ മലയാളത്തിൽ ഓതോന്ന് ചോദിച്ച് നിസ്കാരം ആരെങ്കിലും കൈക്കോട്ട് തിരിഞ്ഞ് നിസ്കരിക്കുമോ? ഇങ്ങനെ പല ചോദ്യങ്ങളൊക്കെ ചോദിച്ച് ഇതിനെ അങ്ങ് എത്തിക്കുന്നതിൽ നിന്ന് മാറി നിൽക്കുക. അത് ഇതൊക്കെ ഞാൻ പറഞ്ഞില്ല. ഇതാണ് ഈ വഖഫുകൾ. വഖഫുകൾ എന്ന് പറയുമ്പോൾ നമ്മൾ നിലവിലുള്ള സാഹചര്യങ്ങളൊക്കെ വെച്ച് നമ്മൾ ചിന്തിക്കാൻ വേണ്ടി അങ്ങനെ ഈ വഖഫുകൾ ഖുർആനിൽ ഉപയോഗിക്കുന്നത്. ഇതൊക്കെ റസൂൽ ഇങ്ങനെ നിർത്തിയാവും പാരായണം ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ടാവുക. അത് കേട്ടിട്ടാണ് അവരവിടെ വഖഫിൻ്റെ ചിഹ്നമൊക്കെ ഇടുന്നത്. റസൂലിൽ നിന്ന് എന്താണോ കേട്ടത് അതുപോലെയാണ് നമുക്ക് തരിക. എന്നിട്ട് റസൂലിഞ്ഞ് ചോദിക്കുക, ഇന്നക്കും ലതശ്ഹദൂന അന്ന മഅല്ലാഹി ആലിഹത്തൻ ഉഖ്റ, ഇനിയും നിങ്ങൾക്ക് ഈ പറയുന്ന ഈ പ്രാപഞ്ചിക യാഥാർത്ഥ്യങ്ങളും അള്ളാഹുവിൻ്റെ യാഥാർത്ഥ്യങ്ങളും ഈ മനുഷ്യൻ്റെ യാഥാർത്ഥ്യങ്ങളുമൊക്കെ ഇങ്ങനെ മനസ്സിലാക്കിയിട്ട് ഇനി നിങ്ങൾക്ക് സാക്ഷ്യം വഹിക്കാനാവുമോ അള്ളാഹുവിൻ്റെ കൂടെ വേറെയും ഇലാഹുകളുണ്ടെന്ന്? നിങ്ങൾക്ക് പറ്റുമെന്ന്. അപ്പോൾ പറ്റുമോ എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ സ്വന്തത്തോട് ചോദിക്കണം. ഓരോരുത്തർക്കും പറ്റുമോ എന്ന് ഓരോരുത്തരും ചോദിക്കേണ്ടത്. അങ്ങനെ പറ്റണവരുണ്ടെങ്കിൽ പറ്റിക്കോട്ടെ. പക്ഷേ കുല്ല അഷ്ഹദുക്ക് പറ്റില്ല, എനിക്ക് പറ്റില്ല. കാരണം എനിക്ക് അള്ളാഹുവിൻ്റെ താല്പര്യമാണ് എൻ്റെ താല്പര്യമല്ല. എൻ്റെ താല്പര്യമാണ് എനിക്ക് വലുത് ചെക്ക് പറ്റും, വേറെ ഇലാഹുണ്ട് എന്നൊക്കെ പറയാം. ഇനിയിപ്പോൾ പറഞ്ഞില്ലെങ്കിലും പ്രയോഗത്തിൽ അങ്ങനെ ആക്കാൻ പറ്റും. ഇവിടെ എനിക്കത് പറ്റില്ല. കുൽ, നീ പറയുക, ഇന്നമാ ഹുവ ഇലാഹും വാഹിദുൻ, ആ അള്ളാഹു എന്ന് പറയുന്നത് അൽ ഇലാഹ് ഒറ്റ ഒന്നാണ്. അതാ പേരിൽ തന്നെ അങ്ങനെയാണ്. വ ഇന്നനി ബരീഉം മിമ്മാ തുശ്രികൂൻ, നിങ്ങൾ ഈ അള്ളാഹുവിൽ എന്തിനെ ആരെ ഒക്കെ പങ്കു ചേർക്കുന്നുണ്ടോ അതിൽ നിന്ന് ഞാൻ ഒഴിവായവനാണ്.
അതായത് അള്ളാഹു റബ്ബാണ്, അള്ളാഹു ഇലാഹാണ്, അള്ളാഹു മലിക്കാണ്, ഈ വക കാര്യങ്ങൾ ഇതിലേതെങ്കിലും വംശത്തിൽ അള്ളാഹു അല്ലാത്ത എന്ത് കടന്നുകൂടിയാലും അതൊക്കെ ഷിർക്കിൻ്റെ ഗണത്തിലാണ് പെടുക. നമ്മൾ അയാളെ മുശ്രിക്ക് എന്ന് വിളിക്കണ്ടോ മുസ്ലിം എന്ന് വിളിക്കണ്ടോ അതൊന്നും ഇവിടെ വിഷയമല്ല. ഇതൊരു കാനേശുമാരി സംഭവം എന്നല്ല. എന്താണോ നടക്കുന്നത് അതാണ്. പേര് എന്താണെങ്കിലും അങ്ങനത്തെ കാര്യങ്ങൾ നടക്കുന്നുണ്ടോ എന്നാണ് നമ്മൾ വിലയിരുത്തേണ്ടത്. അങ്ങനെ ഞാൻ അതിൽ നിന്ന് മുഴുവൻ വിമുക്തനാണ്. ഇനി ഇതിനോട് ബന്ധിപ്പിച്ച് പറയാം. അല്ലദീന ആതൈനാഹുമുൽ കിതാബ, ഈ വേദം നൽകപ്പെട്ടവർ. ഇത് മക്കി ആയത്തുകളാണ്. ഇത് മക്കി സൂറകൾ എന്ന് പറയുമ്പോൾ നേരെ മുന്നിൽ ക്രിസ്ത്യാനികളും യഹൂദരൊന്നുമില്ല. ഖുർആനിൽ സൂറത്തുൽ ബഖറയിൽ ഇതേ ആയത്ത് വരുന്നുണ്ട്. ബഖറയിൽ തന്നെയല്ലേ വരുന്നത്? സൂറത്തുൽ ബഖറയിൽ അത് വരുന്നത് അതിൻ്റെ ഒരു ഭാഗം ഇതേപോലെയാണ്. അതായത് അല്ലദീന ആതൈനാഹുമുൽ കിതാബ യഅരിഫൂനഹു കമാ യഅരിഫൂന അബ്നാഅഹും, ആ ഭാഗം ഇതുപോലെയും പിന്നെ രണ്ടാമത്തെ ഭാഗം അല്ലദീന ഖസിറു എന്ന് പറയുന്നത് വ്യത്യസ്തമാണ്. അങ്ങനെയാണ് അൽ ബഖറയിലുള്ളത്. ഇവിടെ കണ്ടാൽ നിങ്ങൾ ഇത് പറയുമ്പോൾ ഈ യഅരിഫൂനഹു കമാ യഅരിഫൂന അബ്നാഅഹു എന്ന് പറയുമ്പോൾ അവിടെ ഒരു മീം കാണാം. അതിൻ്റെ മുകളിൽ അവിടെ മസ്റ്റായിട്ട് വഖഫ് ചെയ്തിരിക്കണം. പക്ഷെ അൽ ബഖറയിൽ പറയുമ്പോൾ ആ മീം അവിടെ കാണാനില്ല, ആ വഖഫ് അവിടെ കാണാനില്ല. അപ്പോൾ ഇത് രണ്ടും രണ്ട് ആശയങ്ങളെ പ്രതിനിധീകരിക്കണം. ഒന്ന് നേരിട്ടിട്ട് ക്രിസ്ത്യാനികളെയും യഹൂദന്മാരെയും അഭിസംബോധന ചെയ്യുന്നു. എവിടെ? മദീനയിൽ. മക്കയിൽ അങ്ങനെയല്ല. മക്കയിൽ ഈ മുശ്രിക്കീങ്ങളോട് പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, അവർ ഇബ്രാഹിം നബിയുടെ ഇസ്മായിൽ നബിയുടെ ഒക്കെ ആളുകളാണല്ലോ. അവർ ഈ ലോകത്ത് മനുഷ്യ ആരംഭം മുതൽ ഈ സംഗതി നടക്കുന്നുണ്ട്. എന്ത്? ഈ വേദവും പ്രവാചകത്വവും. അതില്ലാതെ ഒരു മനുഷ്യ സമൂഹം ഭൂമിയിൽ ഉണ്ടായിട്ടില്ല. ആ സംഭവത്തിനെ അത് അവർക്കും അറിയാവുന്ന കാര്യമാണ്. കാരണം ഇബ്രാഹിം നബി എന്ന് പറയുന്നത് ഈ മനുഷ്യ സമൂഹത്തിൻ്റെ ചരിത്രത്തിൽ തന്നെ വലിയ മാറ്റം വരുത്തിയ വ്യക്തിയാണ്. അപ്പം നമ്മൾ ഇബ്രാഹിം നബിയുടെ ശരീഅത്തിൻ്റെ ഒക്കെ ഇതിലേക്ക് വരുമ്പോൾ ഈ കുളിക്കൽ, നഖം വെട്ടൽ, താടി വെട്ടൽ, രോമങ്ങൾ കളയൽ, ഈ വക ഒരുപാട് ശേലാകർമ്മം, ഈ വക ഒരുപാട് കാര്യങ്ങൾ ഈ മനുഷ്യ സമൂഹത്തിൻ്റെ ആ ശരീഅത്ത് ഇബ്രാഹിം നബിയുടെ ഇതിൽ കൂടെ വരുന്നത്. അപ്പോൾ അവർക്ക് ഇതൊക്കെ അറിയാവുന്ന ആളുകൾ തന്നെയാണ്. അത് മുന്നിൽ വെച്ചിട്ടാണ് അവരോട് പറയുന്നത് മക്കളെ അറിയുക. മക്കളെ അറിയണേ നമ്മൾ ആധാർ കാർഡ് പിടിച്ച് നോക്കിയിട്ടൊന്നല്ല. അതുകൂടി നമ്മൾ ഈ മക്കളെ അറിയാമെന്നൊക്കെ പറയുമ്പോൾ ആ അറിവ് ഒരു പ്രത്യേക അറിവാണ്. ആ ഒരു പ്രത്യേക അറിവാണ്. ഏതെങ്കിലും ലക്ഷണങ്ങൾ നോക്കിയിട്ടൊന്നല്ല അത്. അതാണ് അതുകൊണ്ടാണ് പറയണത്. അവർ അങ്ങനെ തിരിച്ചറിയുന്നത് പോലെ ഈ സംഭവം അവർക്കറിയാം. ഏത്? ഈ വേദവും റസൂലും അവർക്ക് ശരിക്കും അറിയാം. അത് അവർക്ക് അറിയാം എന്നുള്ളതാണ്. അല്ലദീന ഖസിറു, എന്നിട്ട് അതവർ അറിഞ്ഞിട്ടും അവർ ഖസിറു അൻഫുസഹു എന്ന് പറഞ്ഞാൽ ഈ സ്വന്തത്തെ നഷ്ടപ്പെടുത്തുക. നമ്മൾ നേരത്തെ പറഞ്ഞ ഈ മനുഷ്യൻ എന്ന ഈ യാഥാർത്ഥ്യത്തെ വിസ്മരിച്ച് അവിടെ താല്പര്യങ്ങളെ കൊണ്ടുവെക്കുക. അതാണ് ഖസിറു അൻഫുസഹും. അങ്ങനെ താല്പര്യങ്ങളെ കൊണ്ടുവച്ച ആളുകൾക്ക് പിന്നെ ഫഹും ലാ യൂമിനൂൻ, അവർക്കിത് അംഗീകരിക്കാൻ പറ്റില്ല. ആ ഒരു പോയിന്റിൽ നിന്നിട്ട് ഈ അള്ളാഹു പറയുന്ന കാര്യങ്ങളെ അംഗീകരിക്കാൻ പറ്റില്ല. അത് രണ്ടും രണ്ട് വഴികളാണ്. ഇനി അവരോട് വമൻ അവലമു, ഏറ്റവും അക്രമം ചെയ്ത ആളുകൾ, അതായത് ക്രമരഹിതമായി കാര്യങ്ങളെ കാണുകയും വിലയിരുത്തുകയും ചെയ്യുന്ന ആളുകൾ, മിമ്മൻ ഒരുത്തനേക്കാൾ, ഇഫ്തറ അലല്ലാഹി കദിബ, അള്ളാഹുവിൻ്റെ മേൽ അവർ വ്യാജം ചമച്ചു. അള്ളാഹു അത് മൂന്നിലൊരുവനാണെന്ന് പറഞ്ഞു, പലതിലൊന്നാണെന്ന് പറഞ്ഞു. അങ്ങനെ നിരവധി വ്യാജങ്ങൾ ചമച്ചു. എന്തിന്? അവരുടെ സ്വന്തം താല്പര്യങ്ങൾക്കനുസരിച്ച് ജീവിക്കാൻ വേണ്ടി. അതായത് സമ്പത്തിനെയും അധികാരത്തെയും സ്വന്തം താല്പര്യത്തിനനുസരിച്ച് കൈകാര്യം ചെയ്യാൻ വേണ്ടി. ഈ ഭൂമിയിലുള്ള ഒരു വിഷയം എന്താ വെച്ചാൽ, ഭൂമിയിലെ പ്രധാന പ്രശ്നം സമ്പത്താണ്. നമ്മൾ ഈ ഖുർആൻ പറയണതൊക്കെ സ്വലാത്തും സക്കാത്തും, സ്വലാത്തും സക്കാത്തും. സ്വലാത്ത് മനുഷ്യൻ അള്ളാഹുവുമായിട്ടുള്ള ഡയറക്റ്റ് ഏർപ്പാടാണ്. സക്കാത്ത് എന്ന് പറഞ്ഞാൽ ഭൂമിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഇത് രണ്ടിനെയും അനുസരിക്കേണ്ടത് ഒരേ സ്രോതസ്സിൽ നിന്നാണ്. അതായത് നിസ്കാരം ഇപ്പോൾ നമ്മളിവിടെ നാട്ടുകാർ പറഞ്ഞ മാതിരിയോ ഗവൺമെൻറ് പറഞ്ഞ മാതിരിയോ അല്ലല്ലോ ചെയ്യാം.
അത് എങ്ങനെയാണോ അതേപോലെ തന്നെയാണ് ഈ ഭൂമിയിലെ മറ്റേ ജീവിതവും വേണ്ടത്. ഇതാണ് അള്ളാഹു പറയുന്ന പോയിൻ്റ്. ഇതിനാണ് നമ്മൾ ഇബാദത്ത് എന്ന് പറയാം. ഇബാദത്തുള്ള എന്ന് പറയുന്നത് ഈ പരിപാടിക്കാണ്. ഇതിൽ വേറെ ഏത് ഇസങ്ങൾ വന്ന് കൂടിയാലും ഇത് രണ്ടിലും അത് ഷിർക്കായി മാറും. അതാ ഖുർആൻ പറയുന്ന പോയിൻ്റ് അതാണ്. അള്ളാഹുവിൻ്റെ മേൽ ഈ വ്യാജം ചമച്ച ആളുകളെക്കാൾ ഏറ്റവും അക്രമം ചെയ്ത ആരാണ്? ഔ കസ്സബ ബി ആയാത്തിഹി, അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളെ കളവാക്കിയ. ഒന്ന് ഷിർക്കാണ്, അത് അള്ളാഹുവിൻ്റെ മേൽ വ്യാജം ചമക്കലാണ്. മറ്റൊന്ന് ഈ ഖുർആനിനെയും ഈ റസൂലിനെയും മറ്റ് പ്രാപഞ്ചിക യാഥാർത്ഥ്യങ്ങളെയും നുണയാക്കി തള്ളിപ്പറയുക. അത് രണ്ടും ഒന്നിച്ചാണ് നടക്കുന്നത്. അവർ ഇന്നഹു, നിശ്ചയമായും അങ്ങനെ ചെയ്യുന്നവരുടെ കാര്യം, ലാ യുഫ്ലിഹു ളാലിമൂൻ, അക്രമികൾ ക്രമമല്ലാതെ, ക്രമം എന്ന് പറയുന്നത് അള്ളാഹു വെച്ച ഹിദായത്താണ്. അതാണ് നൂറും ദുലുമാത്തുകളും. അള്ളാഹു വെച്ച പ്രകാശമുണ്ട് ഹിദായത്ത്, അതിൻ്റെ ഓപ്പോസിറ്റ് ദുലുമാത്തുകളും ഇരുളുകളുമുണ്ട്. ഈ ഇരുളുകൾക്കകത്ത് കാര്യങ്ങൾ ചെയ്യുന്ന ആളുകൾ ലാ യുഫ്ലിഹു ളാലിമൂൻ എന്നാണ്. ഫലഹ എന്ന് പറഞ്ഞാൽ നമ്മളൊരു കൃഷിയൊക്കെ ചെയ്തിട്ട് അതിൻ്റെ വിളവെടുക്കുന്നതിനാണ് പറയാം. അതുകൊണ്ടാണ് കൃഷിക്കാരനെ ഫല്ലാഹ് എന്ന് പറയുന്നത്. അതായത് ഈ ഭൂമിയിൽ ചെയ്ത കൃഷിയുടെ വിളവ് എടുക്കാൻ പറ്റില്ല എന്ന്. അതാണ് ലാ യുഫ്ലിഹു ളാലിമൂൻ. അള്ളാഹു വെച്ച ക്രമത്തിനകത്ത് നിന്ന് ആ ക്രമത്തിനകത്ത് നിന്ന് കൃഷി ചെയ്താലേ ആ വിളവ് അവിടെ ലഭിക്കുകയുള്ളൂ എന്നാണ്. അത് കൃഷി ചെയ്യുന്ന ആളുകൾക്ക് വേഗം മനസ്സിലാവും. അതിൻ്റെ ആ പറച്ചലിൻ്റെ ഒരു ഗാംഭീര്യം എന്താണെന്ന് കൃഷി ചെയ്യുന്നവർക്ക് വേഗം മനസ്സിലാവും. വയൗമ നഹ്ശുറുഹും ജമീഅൻ, ഈ മുഴുവത്തെയും, ഈ ഏതൊക്കെ വിധത്തിൽ ശിർക്ക് ചെയ്യുന്നുണ്ടോ ആ മുഴുവത്തെയും നാം ഒരുമിച്ച് കൂട്ടുന്ന ഒരു ഘട്ടം. സുമ്മ നഖൂലു, പിന്നെ നാം പറയും, ലില്ലദീന അശ്റകു, ഈ ശിർക്ക് ചെയ്ത ആളുകളോട് നാം പറയും, നാം ചോദിക്കും, അയിന ശുറക്കാഉക്കും, നിങ്ങൾ ആ പങ്കു ചേർത്ത സംഭവങ്ങൾ ഒക്കെ എവിടെയാണ്, അവരൊക്കെ എവിടെയാണ് എന്ന് ചോദിക്കും. ഇതൊക്കെ നമ്മൾ ഇത് പറയുമ്പോൾ എന്താ വെച്ചാൽ നമ്മളുടെ യുക്തിയെയും, അതായത് വരാൻ പോകുന്ന ഒരു കാര്യത്തെ വെച്ചിട്ടാണ് അള്ളാഹു പറയുന്നത്. അവിടെ നമ്മളുടെ യുക്തി, നമ്മളുടെ ബുദ്ധി, നമ്മളുടെ പ്രമാണങ്ങൾ, നമ്മളുടെ ഭാവനകൾ, ആ ഒരു പോയിന്റിലേക്ക് കയറി നിന്നിട്ട് ചോദിക്കണം. ഈ ഖുർആൻ്റെ ഒരു രീതിയുണ്ട്. ഖുർആൻ ഇതിൻ്റെ മുഖങ്ങൾ എപ്പോഴും മാറ്റിക്കൊണ്ടിരിക്കും. അതായത് നമ്മൾ എവിടെ നിന്നാണോ നോക്കുന്നത് അതിനനുസരിച്ച് കാഴ്ച മാറും. അപ്പോൾ ഖുർആൻ പല സ്ഥലത്തുനിന്ന് ചിലപ്പോൾ നിങ്ങളെ അഭിസംബോധന ചെയ്യും, മറ്റോ അവരെ അഭിസംബോധന ചെയ്യും, ചിലപ്പോൾ അള്ളാഹു സ്വന്തം പറയും. അതായത് ഇതിന് ഖുർആൻ്റെ ഒരു സാങ്കേതിക വാക്കുണ്ട്, ഇൽത്തിഫാത്തുൽ ഖുർആൻ. അത് നമ്മൾ അതിനനുസരിച്ച് എന്താ വെച്ചാൽ നമ്മളും മാറണം. ഖുർആൻ്റെ ഒരായത്ത് വരുമ്പോൾ നമ്മൾ ഈ പോയിന്റിലേക്ക് കടന്നു നിന്നിട്ട് ചിന്തിക്കണം. ഇതിനൊക്കെയാണ് ഈ ഭാവന, അല്ലാതെ വെറുതെ ഈ ഇതിഹാസങ്ങൾ ചമക്കാനും കെട്ടിക്കഥകൾ ഉണ്ടാക്കാനുമില്ല. നമ്മൾ ഖുർആൻ പറയുന്ന ഒരു ഭാവനാ ലോകത്തേക്ക് ഖുർആൻ നമ്മളെ കൊണ്ടുപോകുമ്പോൾ അതിനവിടെ നിന്നിട്ട് തന്നെയാണ് നമ്മളും ചിന്തിക്കേണ്ടത്. അപ്പോൾ നമ്മൾ ആ ഒരുമിച്ച് കൂട്ടുന്ന ആ രംഗത്തിലേക്ക് നമ്മുടെ ഭാവന കൊണ്ട് നമ്മൾ കയറി ചെല്ലണം. സുമ്മ നഖൂലു, പിന്നെ നാം പറയും, ലില്ലദീന അശ്റകു. അപ്പോൾ നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം, ഇവിടെ നമ്മൾ ആരെയൊക്കെ പങ്കാളിയാക്കിയിട്ടുണ്ടായിരുന്നു. അവിടെ നമ്മുടെ ശേഖന്മാരുണ്ടാവും, ഗുരുക്കന്മാരുണ്ടാവും, നേതാക്കന്മാരുണ്ടാവും, ഈസങ്ങളുണ്ടാവും, പല സംഭവങ്ങളുണ്ടാവും. അവരോട് ചോദിക്കുക, കാരണം അതൊക്കെ മാഞ്ഞുപോയി. കാരണം ഇവിടെ നമ്മൾ ചെന്ന് നിൽക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഭൂമിയിൽ നമ്മൾ കണ്ട സ്വപ്നങ്ങളൊക്കെ പോയി. തികഞ്ഞ യാഥാർത്ഥ്യത്തിൻ്റെ ഒരു ലോകത്തിലേക്ക് നമ്മൾ വന്നു. അതാണ് മാലിക് യൗമിദ്ദീൻ എന്ന് പറയുന്നത്. മാലിക് യൗമിദ്ദീൻ എന്ന് പറയുന്നത് അള്ളാഹു മാത്രം ഉടമയായ ആ തികഞ്ഞ യാഥാർത്ഥ്യത്തിലേക്ക് നമ്മൾ ചെല്ലുക. നമ്മളുടെ യാതൊരു പരിപാടികളും ഇനി അവിടെ നമ്മൾ കാണില്ല. ആ സ്വപ്നങ്ങളും മോഹങ്ങളും വ്യാമോഹങ്ങളും അതൊക്കെ പോയി. അവിടെ ചെന്നിട്ട് അങ്ങനെ നിന്നിട്ട് നമ്മളോട് ചോദിക്കുകയാണ്, അള്ളാഹു ചോദിക്കുകയാണ്, എവിടെ നിങ്ങളാ പറഞ്ഞ ആളുകൾ, നിങ്ങളെ രക്ഷിക്കുമെന്ന് പറഞ്ഞത്, എൻ്റെ മുരീദാരും നരകത്തിലില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പാടി പുകഴ്ത്തിയ ആളുകളവിടെ, എൻ്റെ കുറ്റങ്ങൾ മുഴുവൻ പാപങ്ങൾ മുഴുവൻ എടുത്തുപോയി അങ്ങോട്ട് കുരിശിൽ കയറി മരിച്ചുപോയി എന്ന് പറയുന്ന യേശു എവിടെ?
അതായത് നമ്മളിതൊക്കെ നമ്മളുടെ ഈ ലോകത്ത് നമ്മൾ നടക്കുന്ന നിരവധിയായ മുക്തിയുടെ സ്വപ്നങ്ങളുണ്ട്. പല നിലക്ക് പറയുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങളൊക്കെ മുന്നിൽ വെച്ചിട്ടാണ് അള്ളാഹുവിൻ്റെ ഈ ചോദ്യത്തിനെ നമ്മൾ കേൾക്കേണ്ടത്. വെറും ശിർക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ ഇങ്ങനെ വെറുതെ കേട്ടൊരു വാക്ക് എന്നുള്ള നിലക്കല്ല, അതിൻ്റെ യാഥാർത്ഥ്യം എന്നുള്ള ആ പോയിന്റിൽ വെച്ചിട്ട് നമ്മളുടെ ഭാവന വെച്ച് കാണണം. അല്ലദീന കുന്തും തസ്ഉമൂൻ, നിങ്ങൾ അങ്ങനെ വാദിച്ചിരുന്നുവല്ലോ, ഇവരൊക്കെ അള്ളാഹുവിൻ്റെ അടുത്ത് വലിയ സ്ഥാനമുള്ളവരാണെന്നും അവരെ പ്രീതിപ്പെടുത്തിയാലേ ഈ പരലോകത്ത് രക്ഷയുള്ളൂ എന്നും അള്ളാഹു പ്രീതിപ്പെടണമെങ്കിൽ ഇവരെ പ്രീതിപ്പെടുത്തണമെന്നൊക്കെ വെച്ചിട്ട് അങ്ങനെയല്ലേ നിങ്ങൾ ജീവിച്ചത് അല്ലേ? അങ്ങനെയല്ലേ ജീവിച്ചത്? അങ്ങനെയല്ലേ നിങ്ങൾ വാദിച്ചത്? അങ്ങനെയല്ലേ ജനങ്ങൾക്ക് പറഞ്ഞു കൊടുത്തിരുന്നത്? ഞാനൊരു വലിയ മൈലിയമാർ മാത്രമുള്ളൊരു സദസ്സിൽ കുറേ മുമ്പ് പോയി. ആകെ തലകെട്ടുകാരാണ്. ഞങ്ങൾ ഇവിടുന്ന് ചെന്ന 2-3 ആൾക്കാരെ തലകെട്ടില്ലാത്തവരുള്ളൂ. ആ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് അതിനേക്കാൾ വലിയ തലകെട്ടുകാരനാണ് വരുന്നത്. അപ്പോൾ അയാൾ വരാൻ കുറച്ച് സമയം വൈകിയപ്പോൾ അവിടുത്തെ 2 മൈലിയന്മാരന്ന് അവിടെ ആ സമയം ഒന്ന് ഫില്ലാക്കാൻ വേണ്ടി പ്രസംഗിച്ച് അവർ പറയണത് എന്താ ചോദിച്ചാൽ, നമ്മുടെ ലക്ഷ്യം തന്നെ ഈ കെടുക്കുന്ന ആളുകളെ തൃപ്തിപ്പെടുത്താനാണ്. അതായത് ഖബറിൽ മക്ബറ ഉണ്ട് അവിടെ. അവർ പരസ്യമായിട്ട് ഇത്രയധികം മൈലിയമാരെ, ഈ മുസ്ലിമീം പണ്ഡിതന്മാരെ വെച്ചിട്ട് അവർ പറഞ്ഞു കൊടുക്കുന്നത്, അതിനവർക്ക് യാതൊരു മടിയുമില്ലാതെ കേൾക്കണവർക്ക് യാതൊരു പ്രശ്നവുമില്ല. ഇത് ഖുർആൻ പറയുമ്പോൾ ഇതൊക്കെ നമ്മളിവിടെ ഇരിക്കണ കുറച്ച് സദസ്സുകളിൽ, ഇങ്ങനത്തെ പോലെ സദസ്സുകളിൽ ഇതൊന്നും പറയാത്തുള്ളൂ. ഇവർ കൂടിയിരിക്കുന്ന സദസ്സുകളിൽ പറയുന്നതും കേൾക്കുന്നതും ഒക്കെ ഇതാ. അപ്പോൾ അതാണ് അവരുടെ ആ വാദം എന്ന് പറയുന്നത്. ഈ ഭൂമിയിലെ മുഴുവൻ ബഹുഭൂരിപക്ഷത്തിൻ്റെയും കാര്യം നിർണ്ണയിക്കുന്നത് ഈ വാദക്കാരാണ്. വളരെ കുറച്ച് ആളുകളെ ഇതല്ലാത്തവരുള്ളൂ. അപ്പോൾ അങ്ങനെ വാദിച്ചവരെ മൊത്തം ഒരുമിപ്പിച്ച് കൂട്ടിയിട്ട് അള്ളാഹു ചോദിക്കുന്ന ഈ ചോദ്യത്തിന് ഇതൊക്കെ നമ്മൾ ഭാവനയിൽ കണ്ടിട്ട് വേണം ഇതിന് എന്ത് ഉത്തരം നമ്മൾ കൊടുക്കുക എന്നൊക്കെ വെച്ചിട്ട് വേണം നമ്മൾ ജീവിക്കാൻ എന്നുള്ളതാണ്. ഇനി അവർ സുമ്മലം തെക്കും ഫിത്തിനത്തും, ഇതൊക്കെ എന്ന് പറയുക സവിശേഷമായ ആശയങ്ങളുള്ള ആയത്തുകളാണ്. സുമ്മലം തെക്കും ഫിത്തിനത്തും, പിന്നെ അവർക്ക് പരീക്ഷണമില്ലാന്നാണ്. പരീക്ഷണം ഉണ്ടാവില്ല. കാരണം പരീക്ഷണത്തിൻ്റെ ലോകം എവിടെ? അത് ഭൂമിയിൽ കഴിഞ്ഞുപോയി. പരീക്ഷണത്തിൻ്റെ ലോകം കഴിഞ്ഞുപോയി, തെരഞ്ഞെടുപ്പിൻ്റെ ലോകവും കഴിഞ്ഞുപോയി, തൗബയുടെ ലോകവും കഴിഞ്ഞുപോയി, ഇസ്തിഗ്ഫാറിൻ്റെ ലോകവും കഴിഞ്ഞുപോയി, ഒക്കെ കഴിഞ്ഞുപോയി. ഇനി അവർക്ക് ഫിത്ന എന്ന് പറയുന്നത് ഒരേ ഒരു സംഭവം. അതെന്താ? ഇല്ലാ അൻ ഖാലു, അവർ പറഞ്ഞതല്ലാതെ. അവരപ്പോഴും പറയണത് എന്താ? ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ഭൂമിയിൽ നിന്ന് എന്താണോ നമ്മൾ സമ്പാദിച്ചത് അതാണ് അവിടെ നമ്മൾ. ഇവിടെ നമ്മൾ നുണയാണോ സമ്പാദിച്ചത്, നുണ പറഞ്ഞിട്ടാണോ നമ്മൾ ശീലിച്ചത്, അത് അവിടെ നമ്മൾ നുണ പറയാനേ നമുക്ക് പറ്റുള്ളൂ. അവർ നമ്മളെ സ്വതന്ത്രമായിട്ട് പറയാൻ വിട്ടാൽ നമ്മൾ അതേ പറയൂ. അതുകൊണ്ടാണ് അൽ യൗമ നഖ്തിമു അലാ അഫ്വാഹിഹിം വതുകല്ലിമുനാ ഐദീഹിം വതഷ്ഹദു അർജുലുഹും, അങ്ങനെ പറയണത്. കാരണം എടുത്താന്നുണേ പറയുള്ളൂ. ഇവിടെ എന്താണോ ചെയ്തത് അതന്നെ അവിടെ ചെയ്യുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് അവരുടെ കയ്യും കാലും അവരുടെ തൊലിയൊക്കെ സംസാരിക്കണത്. അതാണ് ഖുർആനിൽ പലയിടത്തും പല കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടാവും. നമ്മളത് കണക്ട് ചെയ്തിട്ടാണ് ആ സംഭവങ്ങളെ മനസ്സിലാക്കേണ്ടത്. ഇവിടെ അവരെ പിന്നെ അള്ളാഹു പരീക്ഷണത്തിൽ തന്നെ അവിടെ ആ പരീക്ഷണം എന്ന് പറഞ്ഞാൽ അതല്ലാതെ ഇനി അവർക്ക് വേറെ ഒന്നും ആവാൻ പറ്റില്ല. അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഓരോ തിന്മയുടെ ആളുകളും ആ തിന്മയുടെ സകലമാന വൈകൃതത്തോടും വൈരൂപ്യത്തോടും കൂടിയാണ് അവിടെ ഉണ്ടാകുക. അത് നന്മയുടെ ആളുകളും അതിൻ്റേതായ സൗന്ദര്യത്തോടും കൂടിയിട്ട് തന്നെ ഉണ്ടാകുക. ഇവിടെ കാണുന്ന ഈ മനുഷ്യനല്ല അവിടെ ഉണ്ടാകുന്ന മനുഷ്യൻ. അതിൻ്റെ എല്ലാ ഭീകരതയോടും കൂടിയാണ് അവിടെ ഉണ്ടാകുക. അവിടെ നമുക്ക് അവരെ സംബന്ധിച്ച് പാവം തോന്നുന്ന ഒരു പ്രശ്നം ഉണ്ടാവില്ല. കാരണം അതങ്ങനെയാണ്. അതിൻ്റെ രണ്ടും അങ്ങനെയാണ്, 2 ഭാഗം അങ്ങനെ തന്നെയാണ്. അപ്പോൾ അവരങ്ങനെ തന്നെ ഇനി ആയിരിക്കുള്ളൂ. അവർ പറയും, അവർ ആ കള്ളസത്യം ഇവിടെ പറഞ്ഞല്ലോ. ഇവിടെ നമ്മളെന്താ പറയുക? നിങ്ങൾ ശിർക്കാണ് ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ അല്ല, ഞങ്ങൾ ശിർക്കല്ല എന്നല്ലേ പറയുക. ഞങ്ങൾ ചെയ്യുന്നത് തൗഹീദാണ്. അത് യേശു ഉണ്ടായാലും ഉമ്മ ഉണ്ടായാലും മൊയ്യദ്ദീൻ ശൈഖ് ഉണ്ടായാലും മടവൂരുണ്ടായാലും ഒക്കെ പറയുന്നതാ, ഞങ്ങൾ വഹീദുകളാണെന്നാണ്. ഇവിടെ എന്തൊരു നുണയാണോ പറയുന്നത് അത് തന്നെ അവിടെയും പറയാൻ പറ്റുള്ളൂ. വല്ലാഹി റബ്ബിനാ മാ കുന്നാ മുശ്രിക്കൂൻ. അവർ പറയണത് അള്ളാഹു ആണ്,
അള്ളാഹുവാണ് ഞങ്ങളുടെ രക്ഷിതാവ്, മാ കുന്ന, ഞങ്ങളവിടെ മുശ്രിക്കീങ്ങളായിരുന്നില്ല എന്ന്. ഇതെവിടെ പറയേണ്ട വർത്താനായിരുന്നു? ഇതിവിടെ പറയേണ്ട വർത്താനായിരുന്നു. വമാ അനമിനൽ മുശ്രിക്കീൻ എന്ന് ഇവിടുത്തെ നിലപാടാവണമായിരുന്നു, ഇവിടുത്തെ പ്രഖ്യാപനമാവേണ്ടിയിരുന്നു. ആ രണ്ടും ഇവിടുന്ന് ചെയ്യാതെ അവിടെ പോയിട്ട് ഇനി പറഞ്ഞിട്ട് എന്താ കാര്യം? കാരണം അവിടെ പറയാനോ നിലപാടെടുക്കാനോ ഉള്ള സ്ഥലമല്ല. ഇവിടെ എന്താണോ ചെയ്തത് അതിൻ്റെ പ്രതിഫലം കൈപ്പറ്റാനുള്ള സ്ഥലമാണ്. അവിടെ പോയിട്ട് ഇനി സത്യം പറഞ്ഞിട്ടൊന്നും യാതൊരു കാര്യമില്ല. ഉണ്ണൂറ് കൈഫ കദബു അല അൻഫുസിഹിം, അവർ ആ സ്വന്തത്തിൻ്റെ മേൽ നുണ പറയുന്നത് എങ്ങനെ എന്ന് നീ ഒന്ന് ആലോചിക്കുന്നു. ഇവിടെ എങ്ങനെയാണോ നുണ പറയുന്നത് അതേ പാറ്റേണിൽ അവിടെയും പോയി അവർ നുണ പറയും. അവർക്കൊരു മാറ്റവും അവിടെ ഉണ്ടാകാൻ പോകുന്നില്ല, മാറാൻ പറ്റില്ല എന്നുള്ളതാണ്. മാറാൻ പറ്റില്ല. ഇവിടെ എന്താണോ അത് തന്നെ അവിടെ ആവാൻ പറ്റുള്ളൂ, വേറെ മാർഗമൊന്നുമില്ല. അതൊക്കെ റസൂലിനോടൊന്ന് കാണാൻ പറയാം, നീ ഒന്ന് ആലോചിച്ച് നോക്കുക എന്നുള്ളത്. അത് നമ്മളും അതാണ് വേണ്ടത്. നമ്മളിങ്ങനെ ആലോചിച്ച് ഇതിൻ്റെ ഈ ഒരു യാഥാർത്ഥ്യത്തിലേക്ക് നമുക്ക് എത്താൻ പറ്റാവുന്നിടത്തോളം എത്തലാണ്. വല്ല അൻഹും മാ കാനു യഫ്തറൂൻ, അവർ ചമച്ച വ്യാജങ്ങളൊക്കെ അവരെ വിട്ടുപോയി. കാരണം പരീക്ഷണത്തിൻ്റെ ലോകമല്ലാത്തത് കൊണ്ട് തന്നെ അവിടെ ദുലുമാത്തുകളില്ല. അവിടെ ഈ സത്യത്തിനെതിരെ നൂറിനെതിരെ ദുലുമാത്ത് അവിടെ പ്രവർത്തിക്കില്ല, അവിടെ ആ പരിപാടിയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരുടെ ആ സംഭവങ്ങളൊക്കെ അവരെ വിട്ട് ആവിയായിപ്പോയി എന്ന് നമ്മൾ പറയുന്ന ഭാഷയിൽ പോലെ ആവിയായിപ്പോയി. ഇനി അവിടെ യാഥാർത്ഥ്യങ്ങൾ മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ഇനി ഭൂമിയിലേക്ക് പിന്നെയും വരിക, ആ ഭാവനാലോകത്തു നിന്നൊക്കെ വന്ന് ഭൂമിയിലേക്ക് വരാം. മിൻഹും മൻ യസ്തമിഉ ഇലൈക്, നിന്നിലേക്ക് ശ്രദ്ധിച്ചു കേൾക്കുന്നവർ അവരിലുണ്ട്. എവരിലുണ്ട്? നിൻ്റെ എതിരാളികളിൽ ഉണ്ട്. അവർ നിന്നെ ശ്രദ്ധിച്ചു കേൾക്കും. നമ്മൾ കേട്ടിട്ടുണ്ടാവും റസൂലിൻ്റെ ഖുർആൻ പാരായണം കേൾക്കാൻ വേണ്ടി അബൂജാഹിലും അബൂ സുഫിയാനും ഇവരൊക്കെ കൂടിയിട്ട് ഒളിച്ചു നിന്ന് പോയതൊക്കെ. അത് ആ ഖുർആനിൻ്റെ മനോഹാരിതയും എന്താണ് പറയുന്നത്, കാരണം ഈ റസൂൽ എന്താണെന്ന് പറയുന്നത് ശ്രദ്ധിച്ചാലേ ഇതിൻ്റെ മറുതന്ത്രം പ്രയോഗിക്കാൻ പറ്റുള്ളൂ. അത് ആ ശ്രദ്ധിച്ചു കേൾക്കുന്നതിലൊരു വിഷയം. അത് അന്നുണ്ട്, ഇന്നുണ്ട്. ഇന്നും അതേപോലെ ശ്രദ്ധിച്ചു കേൾക്കുന്നവരുണ്ട്. ഈ മുസ്ലിമീങ്ങളെയൊക്കെ നന്നായി ഖുർആൻ പഠിക്കുന്നുണ്ട് നമ്മുടെ എതിരാളികൾ. ഖുർആൻ പഠിക്കുന്നുണ്ട്, അക്ഷരം പ്രതി അവർ പഠിക്കുന്നുണ്ട്. അവരത് പക്ഷേ എന്തിനാ എന്നുള്ളതാണ് വിഷയം. എന്തിനാണ്? നമ്മൾ ഓറിയൻ്റലിസം എന്നൊക്കെ നമ്മൾ കേൾക്കണില്ലേ, എന്താ അതിൻ്റെ ഒക്കെ അടിസ്ഥാനം? അതായത് ഈ ഖുർആൻ ഈ മുസ്ലിമീങ്ങളെ ശരിയായി പഠിക്കുക, ഈ ഇസ്ലാമിനെ പ്രതിരോധിക്കുക, അത് ശരിക്ക് പഠിച്ചാലല്ലാതെ പറ്റില്ലേ. ഏതൊരു സംഭവത്തിനെയും നമ്മൾ ഏറ്റവും നന്നായി കളവ് പഠിച്ചാലല്ലാതെ ഏറ്റവും നല്ല പോലീസാവാൻ പറ്റില്ല. അത് രണ്ടും ഒരേ മാതിരിയാണ്. കാരണം ഇതിനെ പ്രതിരോധിക്കണമെങ്കിൽ ഇതിനെ ശരിക്ക് പഠിക്കണം. ഞാൻ ഇതിനെക്കുറിച്ച് മുമ്പേ ഒരിക്കൽ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, നമ്മൾ ഈ ഗർക്കത് ചെടി എന്ന് പറയുന്നൊരു സംഭവമുണ്ട്. ആ ഗർക്കത് ചെടി എന്ന് പറയുന്നത് അത് ലോകാവസാനത്തിൻ്റെ ആ ഭാഗമായിട്ട് ഈ യഹൂദന്മാർ ഒളിച്ചിരിക്കും. അതിൻ്റെ പിറകിലല്ലാത്ത എവിടെ ഒളിച്ചിരുന്നാലും അത് മുസ്ലിമീങ്ങൾക്ക് അവരെ കാണിച്ചു കൊടുക്കും എന്നൊരു ഹദീസുണ്ട്. ഈ യഹൂദന്മാർ ഈ ഗർക്കത് ചെടി വച്ച് പിടിപ്പിക്കാൻ വേണ്ടി വലിയ പ്രോത്സാഹനം നൽകുന്നു. നമ്മൾ പോലും ഇന്ന് നെറ്റിൽ പോയിട്ടൊരു ഗർക്കത് ചെടി ഓർഡർ ചെയ്താൽ അത് നമ്മുടെ വീട്ടിലെത്തും. അതായത് നമ്മളെക്കാൾ നന്നായി കാര്യങ്ങളെ അവർ പഠിക്കുന്നു. പഠിക്കുന്നത് എന്തിനാന്ന് ചോദിച്ചാൽ അത് ഇതിനെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം ഇതിനെ പ്രതിരോധിച്ചില്ലെങ്കിൽ ആ സംഭവങ്ങൾ നിലനിൽക്കില്ല. ഈ ഇസ്ലാമിനെതിരായിട്ടേ അവരുടെ താല്പര്യങ്ങളെ കൊണ്ട് നടക്കാൻ പറ്റുള്ളൂ, അതല്ലെങ്കിൽ നടക്കില്ല. അപ്പോൾ പരമാവധി അവർ അതിനെക്കുറിച്ചിട്ട്, അതുകൊണ്ടാണ് അതായത് ഇസ്ലാമിൻ്റെ ശത്രുക്കൾ ഒരിക്കലും ഉറക്കം തൂങ്ങാനൊന്നും പോണില്ല. പക്ഷേ ഈ മുസ്ലിമീങ്ങൾ ഫുള്ളായിട്ട് കിടന്നുറങ്ങിയിട്ട് എണീക്കാനും പോണില്ല. അത് രണ്ടും അങ്ങനെയൊക്കെ എടുക്കുന്നത്. അതുകൊണ്ടാണ് ഈ ലോകം ഇങ്ങനെ. വജഅൽനാ അലാ ഖുലൂബിഹിം അക്കിന്നതൻ, ശ്രദ്ധിച്ച് കേട്ടു എന്നതുകൊണ്ടോ ഒരു പ്രയോജനം ഉണ്ടാകാൻ പോണില്ല. ആർക്ക്? വിശ്വാസികൾക്ക് പ്രയോജനം ഉണ്ടാവില്ല. എന്താ സംഭവിച്ചാൽ താല്പര്യമാണ് പ്രശ്നം. അതുകൊണ്ടാണ് അലാ ഖുലൂബിഹിം അക്കിന്നതൻ, അവരുടെ മനസ്സുകളിൽ ചില അക്കിന്നത്തുകളുണ്ട്. അക്കിന്നത്തുകൾ എന്ന് പറഞ്ഞാൽ ചില മറകൾ, ചില അറകൾ, ചില സഞ്ചികൾ എന്നൊക്കെ പറയുന്ന സംഭവം. അതായത് ഈ കൽബുമായിട്ട് മനസ്സുമായി ബന്ധപ്പെട്ടിട്ടാണ് ഈ അക്കിന്നത്ത് ഉപയോഗിക്കുക.
ഇനി അപ്പുറത്ത് നോക്ക്, ആ യഫ്കഹൂഹു അതിനെ ഗ്രഹിക്കാൻ വഫി ആദാനിഹിം വക്ര, അവരുടെ ചെവികളിൽ ഒരു വക്കറുണ്ട്. ഇത് സവിശേഷമായ ഈ വക്കറ് ചെവിയുമായി ബന്ധപ്പെട്ടിട്ടാണ് ഖുർആൻ പറയാം. അപ്പം നമ്മൾ കേൾക്കുന്നു, ഇതൊക്കെ ശരിക്കും നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. നമ്മൾ ഓരോ കാര്യങ്ങളും കേൾക്കുന്നു. ഇപ്പോൾ ഉദാഹരണം നമ്മൾ ഇപ്പോൾ റീസെൻ്റായിട്ടുള്ള ഉദാഹരണം, ഇപ്പോൾ ഗോപൻ സ്വാമിയുടെ സമാധി ഇല്ലേ, എത്ര ആൾ എത്ര രൂപത്തിലാണ് കേൾക്കണത്? കേൾക്കുന്നതൊക്കെ ഒന്നാ, എന്ത് ഗോപൻ സ്വാമി സമാധിയായി എന്നുള്ളത്. പക്ഷേ അതിനെ ഹൈന്ദവ സംഘടനകൾ എങ്ങനെ കാണുന്നു, ഹൈക്കോടതി എങ്ങനെ കാണുന്നു, നാട്ടുകാരെങ്ങനെ കാണുന്നു, ഇതൊക്കെ കേൾവി ഒന്നല്ലേ. പക്ഷെ എന്താ ഇതിൻ്റെ ഗ്രഹിക്കൽ മാറിയത്? ഇത് ഓരോരുത്തരും മറിക്കുന്നതെന്ന് വെച്ചാൽ അവരുടെ മനസ്സുകളിൽ അവരുടെ താല്പര്യമാകുന്ന അക്കിന്നത്തുകളുണ്ട്. ആ താല്പര്യമാകുന്ന അറയിലേക്ക് ഈ ചെവി അതിനെ കടത്തിവിടുകയുള്ളൂ. കാരണം എല്ലാ ഓർഗനുകളും, നമ്മളുടെ ഏതൊരു ഓർഗനുകളും അള്ളാഹുവിന് കീഴ്പ്പെട്ടിരിക്കുന്നു, അള്ളാഹുവിനെ അനുസരിക്കാൻ ബാധ്യതപ്പെട്ടിരിക്കുന്നു. നമ്മളുടെ മനസ്സ് എന്താണോ തീരുമാനിക്കുന്നത്, അൽഹമഹ ഫുജൂറഹ വ തഖ്വാഹ, അതായത് മനസ്സിന് ഇൽഹാമും തഖ്വയും ഇൽഹാമ് ചെയ്തിട്ടുണ്ട്, അതിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് നമുക്കിതിങ്ങനെ പറ്റുന്നത്, നമ്മുടെ ചുറ്റുമുള്ള ജീവികൾക്ക് പറ്റാത്തതും. അതായത് നമ്മൾ അതിനു വേണ്ടി സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ നമ്മളുടെ മനസ്സ് എന്താണോ തീരുമാനിക്കുന്നത് അതിനനുസരിച്ചാണ് നമ്മളുടെ ഓർഗനുകൾ. അതായത് നമ്മളുടെ ഒരു തീരുമാനത്തിന് ഈ ഭൂമി മുഴുവൻ കൂട്ടുനിൽക്കും. ഇത് പൗലോ കൗലോയുടെ വാക്കാണ്. ആരുടെ വാക്ക്? പൗലോ കൗലോയുടെ വാക്കാണ്. അതാണ് ഈ ഖുർആൻ പറയുന്നത്. ഇത് പൗലോ കൗലോ കണ്ടുപിടിച്ചതൊന്നുമല്ല. അത് പ്രപഞ്ചം മുഴുവൻ അതിന് നിൽക്കും. അതാണ് അദിനത്തിൽ റബ്ബിഹ വഹുക്കത്ത്, ഭൂമിയെക്കുറിച്ച് ഖുർആൻ പറയുമ്പോൾ ഇനി അത് പറയുന്നുണ്ട്. ഈ നമ്മളുടെ മനസ്സ് എന്ത് തീരുമാനിച്ചോ അതിനനുസരിച്ച സൗകര്യമാണ് അള്ളാഹു ഭൂമിയിൽ നമുക്ക് ഒരുക്കി തരിക. നമ്മൾ ഈ ഖുർആനിനെ അനുസരിക്കാനും അള്ളാഹുവിനെ അനുസരിക്കാനും തയ്യാറെടുത്താൽ നമുക്ക് വീഴ്ചകളൊക്കെ പറ്റും, അതൊക്കെ വേറെ കാര്യം. പക്ഷെ അള്ളാഹു നമ്മുടെ കൂടെ ഉണ്ടാവും. അള്ളാഹു നമുക്കതിന് സാഹചര്യങ്ങൾ ഒരുക്കിത്തരും. അള്ളാഹു ഒരുക്കിത്തരുന്ന സാഹചര്യത്തിനനുസരിച്ച് നമുക്ക് ജീവിക്കാൻ പറ്റുമോ? നമുക്ക് ആകെയുള്ള ഇതെന്താ ചോദിച്ചാൽ, ഇതിനെ വിശ്വസിക്കാനും ഇതിനെ കൊണ്ടു നടക്കാനും നമുക്ക് തീരുമാനിക്കാൻ സാഹചര്യങ്ങൾ ഉണ്ടാക്കി തരുന്നതിൽ നമുക്കൊരു പങ്കുമില്ല. അതൊക്കെ ഉള്ള സാഹചര്യത്തിൽ ജീവിക്കാനേ പറ്റുള്ളൂ. അപ്പോൾ അതൊക്കെയാണ് ഈ പറയുന്നത്. അതാണ് ഈ അക്കിന്നത്ത്. ഇതൊക്കെ ഇപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലത്തിൻ്റെ ഉമർ ഖത്താബിൻ്റെ റളിയല്ലാഹുവിൻ്റെ കഥ. ഉമർ റളിയല്ലാഹു അൻഹു ആ പെങ്ങൾ മുസ്ലിമായി എന്ന് കേട്ടിട്ടാണ് ദേഷ്യം പിടിച്ചിട്ട് ചെല്ലണത് അല്ലേ. ചെല്ലുമ്പോൾ അദ്ദേഹം ഭയങ്കര ദേഷ്യത്തിലാണ്. അവിടെ ചെല്ലുമ്പോൾ ഖുർആൻ ഓതുന്നത് അദ്ദേഹം കേൾക്കുന്നുണ്ട്. അപ്പോൾ മൂപ്പർക്ക് ദേഷ്യം ഇരട്ടിക്കുക ചെയ്യുന്നത്. അപ്പോഴാണ് മൂപ്പര് ആ സ്ത്രീനെ അവരുടെ പെങ്ങളെ അടിച്ചപ്പോൾ രക്തം വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സ് മാറുകയാണ്. കണ്ട, പിന്നീട് ഖുർആൻ വായിച്ചിട്ട് പിന്നെ ഉമർ ഖത്താബ് വേറൊരാളാകുകയാണ്. ഇതെങ്ങനെ സംഭവിക്കണം? മനസ്സ് മാറ്റാതെ ഈ ഖുർആൻ കേട്ടു എന്നതുകൊണ്ടോ ശ്രദ്ധിച്ച് കേട്ടു എന്നതുകൊണ്ടോ പറ്റില്ല. അതാണ് ബൽ തുസിറൂനൽ ഹയാത്തദ് ദുനിയ, ഭൗതിക ജീവിതത്തിനാണ് നിങ്ങൾ ഈ പരലോക ജീവിതത്തിനേക്കാൾ മുൻഗണന കൊടുക്കുന്നതെങ്കിൽ ഈ ഖുർആൻ കൊണ്ട് ഒരു കാര്യമില്ല. ഖുർആൻ പഠിയൊക്കെ ചെയ്യും, ഖുർആൻ മനസ്സിലാവുകയൊക്കെ ചെയ്യും, പക്ഷേ ഇത് പരലോകത്തേക്ക് അങ്ങോട്ട് എത്തില്ല. അത് ഖൈറും വ അബ്ക എന്ന് പറയുന്ന ആ സംഭവം, ആഖിറത്തു ഖൈറും വ അബ്ക എന്ന് പറയുന്ന ആ ഇതൊക്കെ വെള്ളിയാഴ്ചയൊക്കെ നമ്മളോട് ഇങ്ങനെ ഇത് പാരായണം ചെയ്യാനൊക്കെ പറയണതേ. ഇതിലൊക്കെ വലിയ കാര്യങ്ങളുണ്ട്. നമ്മൾ ചിന്തിച്ചു നോക്കുകയാണെന്നുവെച്ചെങ്കിൽ ഈ ഖുർആൻ്റെ മൊത്തം ഒരു കണ്ടൻറ്റ് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഈ ഖുർആൻ്റെ ഏത് ആയത്തുകൾ എവിടെ വെച്ച് കണ്ടാലും, ഖുർആൻ്റെ ആയത്തുകൾ എന്നല്ല, ഏതൊരു വിഷയം നമ്മളുടെ മുന്നിൽ കണ്ടാലും നമുക്കിത് കണക്ട് ചെയ്യാൻ പറ്റും. അങ്ങനെയാണ് ഈ കാര്യം. കാരണം പക്ഷേ ഈ ഖുർആൻ നമ്മുടെ മുന്നിൽ തലയിലിങ്ങനെ ഉണ്ടായിരിക്കണം. നമ്മൾ ഈ ഖുർആനെ അങ്ങനെ തലയിലേറ്റണം. നമ്മൾ ആശയപരമായി കൃത്യമായി തലയിലേറ്റുക. ഇതൊക്കെ ഹിഫ്ളും കൂടിയിട്ട് ഒരാൾക്ക് ഉണ്ടാകാൻ പറ്റുകയാണെന്നുവെച്ചെങ്കിൽ അതൊക്കെ അയാളിന് ഏത് പ്രതിസന്ധിയിലും ഏത് ആശയത്തിനെയും ഇതിനായിട്ട് കൂട്ടിച്ചേർക്കാൻ അയാൾക്ക് കഴിയും. അതാണ് ഈ ഖുർആൻ നമ്മുടെ തലയിലുണ്ടാകുമ്പോഴുള്ള ഗുണം. അത് നമ്മൾ അങ്ങനെ തന്നെ ഇതൊക്കെ നമ്മൾ പഠിക്കുന്നുമില്ല, നമ്മൾ മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുന്നുമില്ല. അങ്ങനെ ആയിപ്പോയി നമ്മൾ.
അങ്ങനെ ആയിപ്പോയി, അങ്ങനെ ആക്കി തീർത്തു. പക്ഷേ ഇതിനൊക്കെ എതിരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളത് ഓരോരുത്തരുടെയും ചിന്തയാവണം. ഓരോരുത്തരിലേക്കും നമുക്ക് പറ്റുന്ന ഓരോരുത്തരിലേക്കും ഇത് എത്തിക്കാൻ നമുക്ക് കഴിയണം. കാരണം നമ്മളും വിശ്വസിക്കുന്നുണ്ടല്ലോ ഈ മുസ്ലിമായി ജനിച്ചതൊക്കെ നമുക്ക് വലിയ അനുഗ്രഹമായിന്ന്. എങ്കിൽ ഏത് ന്യായം വെച്ചിട്ടാണ് അത് നമ്മൾ മറ്റുള്ളവർക്ക് തടയുക? ഏത് ന്യായം വെച്ചിട്ടാണ് ഇത് നമ്മൾ മറ്റുള്ളവർക്ക് എത്തിക്കാതിരിക്കുക? അങ്ങനെ നമുക്കൊരു ന്യായം പിന്നെ കിട്ടില്ല. കാരണം അല്ലെങ്കിൽ നമ്മളിതിപ്പോൾ സാമുദായികമായിട്ട് നമ്മൾ മുസ്ലിമായി, അവർ സാമുദായികമായിട്ട് അങ്ങനായി, അങ്ങനെ നമ്മൾ കാണുന്നുള്ളൂ എന്ന് അതിൻ്റെ അർത്ഥം. ഇതൊരു യാഥാർത്ഥ്യമായിട്ട് നമ്മൾ കാണുന്നില്ല. അതുകൊണ്ടാണ് ഈ എത്തിക്കൽ വലിയ വമം ബലഗ എന്ന് പറയുന്ന സംഭവം ഉണ്ടാവുന്നത്. അതാണ് വക്ർ. ഇത് നമ്മൾ ശരിക്കും മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യം. കേൾവി എന്ന് പറയുന്നത് ഇപ്പോൾ ഖുർആൻ തന്നെ സമഅ പറയും, അത് ഏകവചന പറയാം. അബ്സാറോ അത് ബഹുവചന. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ ആനാന്ന് കേട്ടു. ആനാന്നെല്ലാവരും ഒന്നെ കേൾക്കണത്. പക്ഷെ ഓരോരുത്തർക്കും ആനയെക്കുറിച്ച് ചിലവർക്ക് അതിൻ്റെ തുമ്പിക്കൈയാവും, ചിലവർക്ക് അതിൻ്റെ മസ്തകമാവും, ചിലവർക്ക് അതിൻ്റെ ചെവിയുടെ ആട്ടലാവും, ചിലവർക്ക് അതിൻ്റെ വേറെ ചില കോലങ്ങളാവും. ഇതൊക്കെ അവരുടെ മനസ്സിൽ നിൽക്കുന്നുണ്ടാവും. ഇതിനനുസരിച്ചാണ് ആനനെ അവർ മനസ്സിലാക്കുകയും ആസ്വദിക്കുകയും ചെയ്യുക, അല്ലേ? പക്ഷെ കേൾവി എല്ലാവർക്കും ഒന്നാണ്. ഇതേപോലെ തന്നെയാണ് നമ്മൾ ഈ ഖുർആൻ കേൾക്കുന്നതും. നമ്മളുടെ മനസ്സെന്താണോ അതിനനുസരിച്ചാണ് ഇത്. ആ അരിപ്പയിൽ കൂടെ ചെവിയാണ്ട് കടത്തി വിടുള്ളൂ, അതിൽ കൂടെ കടക്കേണ്ടതേ കടത്തി വിടുള്ളൂ. കാരണം ആ അറയിലേക്കുള്ളതേ ചെവി അതിലൂടെ കടത്തി വിടുള്ളൂ. അതാണ് വക്ർ എന്ന് പറയുന്നത്. ആ വക്റിനെ നമ്മൾ വെറുതെ മലയാളത്തിലൊരു വാക്കായിട്ടല്ല കാണേണ്ടത്, ഒരു ചിത്രമായിട്ടാണ്. അക്കിന്നത്തും അങ്ങനെ തന്നെയാണ്. അതാ പറയുന്നത് വൈ യറവ് കുല്ല ആയത്തിൻ ലാ യുമിനു ബിഹ. ഏത് ഒരായത്ത് ഈ താല്പര്യത്തിൻ്റെ ഉള്ള ആളുകൾക്ക് നിങ്ങൾ കൊടുത്താലും, എന്ത് തെളിവ് കൊടുത്താലും, അത് മുഅ്ജിസത്താണെങ്കിലും ഖുർആനാണെങ്കിലും എന്താണെങ്കിലും ലാ യുമിനു ബിഹ അവർ അംഗീകരിക്കാൻ പോകുന്നില്ല. കാരണം അവരുടെ വിഷയം അവരുടെ താല്പര്യമാണ്, അതിനനുസരിച്ച് അവർ ചെയ്യുള്ളൂ. ഹത്താ ഇദാ ജാഊക യുജാദിലൂനക, ഇനി അവർ നിന്നോട് സംവദിക്കാൻ വന്നാലും, ഒരു സംവാദം തന്നെ നടത്തി. നമ്മൾ കാണുകയും നിരവധി സംവാദങ്ങൾ ഇവിടെ കാണുന്നില്ലേ? സംവാദം ഈ താല്പര്യമൊന്നും ഇല്ലാത്തവർക്ക് പ്രയോജനപ്പെടുമെങ്കിൽ ഈ സംവാദത്തിൽ നേരിട്ട് അഭിമുഖം അവർ എപ്പോഴെങ്കിലും തോൽവി അമ്മയ്ക്കണേ നമ്മൾ കേൾക്കണ്ട. എവിടെങ്കിലും കേട്ടിട്ടുണ്ട് ആരെങ്കിലും അങ്ങനെ ഒരു തോൽവി സംഭവിക്കണ പരിപാടി? ആരെങ്കിലും ഈ ഹിദായത്ത് കിട്ടി അവരത് അംഗീകരിക്കുക എന്നല്ലാതെ അങ്ങനെ ഒരു പരിപാടിയില്ല. അപ്പം അതുകൊണ്ടൊന്നുമല്ല, അതൊന്നും കാര്യമല്ല എന്ന്. പക്ഷെ അത് വേണ്ടെന്നല്ല, അത് വേണമെന്നുള്ളവർക്ക് അതിൽ നിന്ന് എടുക്കാനൊക്കെ ഇഷ്ടം പോലെ ഉണ്ടാവും. പക്ഷേ അവർ ആ വിഭാഗം ആളുകളുണ്ടല്ലോ, ആ താല്പര്യത്തിൽ ഉറച്ചു നിൽക്കുന്ന ആളുകൾ, അവർ ആ മനസ്സ് മാറ്റാതെ അവരിതിലേക്ക് വരിക എന്ന് പറയുന്ന സംഭവം നടക്കില്ല. യഖൂലുല്ലദീന കഫറു ഇൻ ഹാദാ ഇല്ല അസാത്തീറുൽ അവ്വലീൻ. അവരുടെ വർത്തമാനം എന്താ ചോദിച്ചാൽ ഇതൊരു പ്രത്യേക തന്ത്രമാണ്. ഇപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഖുർആൻ അവിടെ പറയാം, സ്വർഗ്ഗനരകങ്ങളെ കുറിച്ച് പറയാം, അവിടുത്തെ അനുഭൂതികളെക്കുറിച്ച് പറയാം, ശിക്ഷയെക്കുറിച്ച് പറയാം. അതൊക്കെ പറയുമ്പോൾ അവരെന്താ ചെയ്തിരുന്നു എന്ന് ചോദിച്ചാൽ, അവരുടെ കാലത്ത് മറ്റേ പേർഷ്യൻ സാഹിത്യങ്ങൾ, പേർഷ്യൻ പുരാണങ്ങൾ, റോമൻ പുരാണങ്ങൾ, ഗ്രീക്ക് പുരാണങ്ങൾ, ഈ വക സംഭവത്തിലൊക്കെ ഈ അത്ഭുത കഥകളുണ്ടല്ലോ, എപ്പോഴെ രാമായണം മഹാഭാരതമൊക്കെ പോലെയുള്ള ഈ അത്ഭുത കഥകളൊക്കെ കൊടുത്തിട്ട് അതന്നെയാണ് ഇതെന്ന് പറയുക, സമീകരിക്കുക. രണ്ടും ഒന്നെ. ഇവർ ഈ പറയുന്നത് ഒരു പുരാണമാണെങ്കിൽ ഇതിവിടെ മുമ്പേ ഉള്ള പുരാണങ്ങളാണ്, ഇതിനേക്കാൾ വലിയ കഥകൾ അത് അവരവിടെ ചെയ്തിരുന്നു. അവരെന്നിട്ട് അത് നൃത്ത രൂപത്തിലും കലാരൂപത്തിലൊക്കെ ആവിഷ്കരിച്ചിരുന്നു. എന്തിന്? ഈ ഖുർആൻ ആളുകൾ കേൾക്കുന്നതിൽ നിന്ന് തടയാൻ. ഇപ്പം നമ്മളെന്താ ചെയ്യണം? ഇപ്പോൾ സമ്പന്ന രാജ്യങ്ങൾ എന്ന് പറഞ്ഞാൽ പാശ്ചാത്യ രാജ്യങ്ങൾ, സമ്പത്തുള്ള ഏത് രാജ്യങ്ങളോ, മനുഷ്യർക്ക് ഭോഗങ്ങളുടെ എല്ലാ വാതിലുകളും അങ്ങോട്ട് തുറന്നിട്ട് കൊടുത്തില്ല. എല്ലാവിധ സുഖഭോഗങ്ങളുടെയും വാതിലുകൾ അത് അറബി നാടുകളാണെങ്കിൽ പോലും. എന്തിനാ? സ്പോർട്സിനൊക്കെ നമ്മൾ എന്തുമാത്രം പ്രാധാന്യം കൊടുക്കുന്നത്, എന്തുമാത്രം പ്രാധാന്യം കൊടുക്കുന്നത്. എല്ലാ മേഖലകളും മനുഷ്യനെ ഈ സുഖഭോഗങ്ങളിൽ അങ്ങനെ നിർത്താൻ, അതായത് യാഥാർത്ഥ്യങ്ങളിലേക്ക് അവരുടെ ശ്രദ്ധ പോകാതിരിക്കാൻ എല്ലാ സംവിധാനങ്ങളും ഇവരൊരുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ദാരിദ്ര്യ രാജ്യങ്ങളൊക്കെ ആണെച്ചെങ്കിൽ അവരെന്താ ചോദിച്ചാൽ ഈ അന്ധവിശ്വാസത്തിൽ അങ്ങോട്ട് മുങ്ങി കുളിക്കാൻ വിടുകയാണ്. ഇവിടെ എന്തല്ല ഈ അന്ധവിശ്വാസങ്ങളാണ് നമ്മളുടെ ഈ ഇന്ത്യ മഹാരാജ്യത്തൊക്കെ നടക്കുന്നത്. എത്ര രാജ്യങ്ങളിലാണ് ഈ അന്ധവിശ്വാസങ്ങൾക്കെതിരെ, എത്ര സ്റ്റേറ്റുകളിൽ നിയമം തന്നെ ഉണ്ട്. ഇപ്പോൾ കേരളത്തിലൊന്നും അങ്ങനെ ഒരു നിയമം തന്നെ ഇല്ല. അത്രേ നമ്മളത് ഒന്ന് ആലോചിച്ച് നോക്കണം. ഏത് അന്ധവിശ്വാസങ്ങളും ഏത് കാര്യങ്ങളും അതിനെ യാഥാർത്ഥ്യത്തെയും ഈ കാര്യങ്ങളെയും ഒക്കെ ഇതിഹാസവൽക്കരിച്ചു. അതായത് യുക്തിക്കോ ബുദ്ധിക്കോ ഇതിലൊന്നും ഒരു സ്ഥാനമില്ല എന്ന് രണ്ടും കൂടി അങ്ങ് ഒന്നാക്കി.
അതാണ് ഈ പറയണത്. ഇൻ ഹാദ ഇല്ല അസാതീറുൽ അവലി. നമ്മുടെ ഈ സംഭവ ലോകത്തും ഇങ്ങനെയൊക്കെ തന്നെയാണ് നടക്കുന്നത്. അതുവഴി അവർ ചെയ്യുന്നത് എന്താ? വഹും യൻഹൗന അൻഹു, ഇതിൽ നിന്ന് അവരെ തടയുന്നു, ജനങ്ങളെ തടയുന്നു. വയൻഔന അൻഹു, ഈ കൂട്ടരും അതിൽ പോയി വിടുന്നു. രണ്ടും ഒന്നിച്ചാണ് നടക്കുന്നത്. ഒരു കൂട്ടരെ തടയുന്നു. എത്ര ശക്തിയിൽ നമ്മൾ ഇതിനെ മറ്റുള്ളവരിൽ നിന്ന് തടയുന്നോ അതേ ശക്തിയിൽ നമ്മൾ സ്വന്തം അതിലേക്ക് വീണു പോവുകയും ചെയ്യുന്നു. രണ്ടും ഒരേപോലെ നടക്കുന്നുണ്ട്. ഈ യുഹ്ലിക്കൂന ഇല്ലാ അംഫുസഹും, ഇതുവഴി അവർ നശിപ്പിക്കുന്നത് അവരെ തന്നെയാണ്. ഇതാണ് ഇതൊരു ഗംഭീര പ്രശ്നമാണ്. എന്താണെന്ന് വെച്ചാൽ ഈ മനുഷ്യൻ എങ്ങനെയാണ് മനുഷ്യൻ്റെ ശത്രുവാകുന്നത്? മനുഷ്യൻ ബോധമുള്ള ഈ വക ബോധങ്ങളിലൊക്കെ നിൽക്കുന്ന ഒരു മനുഷ്യന് സ്വയം അവൻ്റെ ശത്രുവാകാൻ പറ്റില്ല. അത് ഒരു വിരോധാഭാസമാണ്, അത് നടക്കില്ല. പിന്നെയും ഇതെങ്ങനെ സംഭവിക്കുന്നത്? അവിടെയാണ് നമ്മൾ വേറെ ചില കാര്യങ്ങളിലേക്ക് നമ്മളുടെ ശ്രദ്ധയെ കൊണ്ടുപോകുന്നുള്ളത്. ഇപ്പോൾ ഈ മനുഷ്യൻ്റെ ഈ ഉത്ഭവവുമായി ബന്ധപ്പെട്ട്, മനുഷ്യൻ്റെ സൃഷ്ടിയുമായി ബന്ധപ്പെട്ട് അള്ളാഹു പറയുന്ന ആ കാര്യങ്ങളുണ്ടല്ലോ, ആ ഇത് കാല റബ്ബുക്കലിൽ മലായിക്കത്തി ഇന്നി ജായിലും എന്നൊക്കെ പറഞ്ഞിട്ട്, അവിടെ ആ ശൈത്താൻ ഇബ്ലീസ് അള്ളാഹുവിൻ്റെ ആയിട്ടുള്ള ചില സംഭവങ്ങളുണ്ട്. അത് പലയിടത്തും ഖുർആൻ പറയുന്നുണ്ട്. ഞാനിപ്പോൾ പറയുന്നത് സൂറത്ത് സ്വാദിൽ, കാല റബ്ബി ഫഅൻളിർനി ഇലാ യൗമി യുബ്അസൂൻ. ആ ഇബ്ലീസ് പറഞ്ഞു, റബ്ബി എൻ്റെ രക്ഷിതാവേ. പറച്ചിലൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം കേട്ടോ. അവിടെ ഇബ്ലീസ് റബ്ബി എന്നൊക്കെ തന്നെ പറയണത്. ഇവിടെ നമ്മൾ ഈ പറയുന്ന ആൾക്കാരൊക്കെ ഈ ആദി വർത്താനമൊക്കെ തന്നെ പറയാം, ഈ ആദി വർത്താനമൊക്കെ തന്നെ പറയാം. അപ്പോൾ അതിലൊന്നും നമ്മൾ കിടന്നിട്ട് തെറ്റി പോണ്ട. അൻളിർനി, എനിക്ക് നീ സമയം നൽകണം, ഇലാ യൗമി യുബ്അസൂൻ, ഉയർത്തെടുക്കുന്ന ആ സമയം വരെ എനിക്ക് സമയം തരണം. അപ്പോൾ അതിന് അള്ളാഹ് പറയും ഫ ഇന്നക മിനൽ മുൻവരീൻ, കാല നീ നൽകപ്പെട്ടവനാണ്. അതുകൊണ്ട് ഇപ്പോൾ ചോദിച്ചപ്പോൾ തന്നതല്ല, എൻ്റെ ചോദ്യത്തിനല്ല എൻ്റെ മറുപടി, ഞാനത് മുമ്പേ തീരുമാനിച്ചതാണ്. കാരണം ഈ ചോദിച്ചിട്ട് വേണ്ട കാര്യങ്ങൾ തീരുമാനിക്കാൻ. ഭയങ്കര മനോഹരമാണ് ആ മറുപടിയും ചോദ്യങ്ങളൊക്കെ. ഇലാ യൗമിൽ വഖ്തിൽ മഅലൂൻ, ഒരു നിശ്ചിതമായ അറിയപ്പെട്ട ഒരു സമയം വരെ എനിക്ക് ആ കൂട്ടത്തിൽ പെട്ട ആളാണെന്ന്, പെട്ടെന്ന് പോണ ആളല്ല. അപ്പോഴും ഇബ്ലീസ് പറയുന്നത് ഫബി ഇസ്സത്തിക, കാല ഫബി ഇസ്സത്തിക, നിൻ്റെ പ്രതാപമാണ് സത്യം എന്നാണ്. ആരുടെ? നിൻ്റെ പ്രതാപമാണ് സത്യം. ല ഉഗ്വിയന്നഹും അജ്മഈൻ, അവരെ ഞാൻ വഴിപിഴപ്പിക്കും മുഴുവൻ. ആരൊഴികെ? ഇല്ലാ ഇബാദക മിൻഹുമുൽ മുഖ്ലസീൻ. ആ മുഖ്ലസീൻ, അവിടെ മുഖ്ലിസീൻ എന്നും പാരായണുണ്ട്. പക്ഷേ ഈ മുഖ്ലസീൻ എന്ന് പറയുന്നത് ആ കൂടുതൽ അർത്ഥവത്ത്. കാരണം എന്താ വെച്ചാൽ, നീ പ്രത്യേകക്കാരായിട്ട് കുറച്ച് ആൾക്കാരെ നിൻ്റെ അടുത്തേക്ക് എടുത്തു വെച്ചിട്ടുണ്ടല്ലോ, അവരല്ലാത്തവരനൊക്കെ ഞാൻ ജാനിക്കും. അപ്പോൾ അവിടെ അതിൻ്റെ ഇതെന്താ ചോദിച്ചാൽ, നീ പ്രത്യേകരായിട്ട്, നീ ഗംഭീരനാണോ ഒക്കെ അറിയാം, നീ അങ്ങനെ അതായത് ഞമ്മക്കൊരു വിലയും തന്നില്ല എന്നുള്ളതാണ്. നമുക്ക് ഒരു വിലയും തന്നില്ല, ആ പറച്ചിലിന് നമുക്കൊരു വിലയില്ല. എന്നാൽ അള്ളാഹു നമ്മളിന് വലിയ വില വെച്ചിട്ടുണ്ട്, നമ്മളുടെ തീരുമാനങ്ങൾക്ക് വലിയ വില ഉണ്ട്. പക്ഷേ ഇബ്ലീസ് അത് അംഗീകരിച്ചിട്ടില്ല. അതുകൊണ്ടാണ് നീ പ്രത്യേകക്കാരാക്കിയ കുറച്ച് ആൾക്കാരെ വെച്ചിട്ട് ബാക്കിയുള്ളവരനൊക്കെ ഞാൻ പിഴപ്പിക്കുന്നറിയാം. എന്നിട്ട് പറയാം കാല ഫൽ ഹഖു വൽ ഹഖ അഖൂലു ലഅംല അന്ന ജഹന്നമ മിനൽ മിമ്മൻ തബിഅക മിൻഹും അജ്മഈൻ. യാഥാർത്ഥ്യം ഞാനിതാ പറഞ്ഞുതരാം, നിന്നെ പിന്തുടർന്നവരെയും മുഴുവൻ ഞാൻ ഈ നരകത്തേക്ക് കൊണ്ടുപോയി നടക്കുന്നു. അള്ളാഹു പറയാം. ഇനി റസൂല് പറയുന്നതിൻ്റെ പിന്നിലുള്ള കുറച്ച് വർത്താനുണ്ട്. മാ അസ്അലുക്കും മിൻ അജ്രിൻ അലൈഹി മിൻ അജ്രിൻ വമാ അന മിനൽ മുക്കല്ലഫീൻ. ഞാൻ ഈ പറയുന്ന കാര്യങ്ങളോടൊന്നും നിങ്ങളോട് ഒരു പ്രതിഫലം ചോദിക്കണില്ല. ഞാൻ ശമ്പളം ചോദിക്കണില്ല, കാശും ചോദിക്കണില്ല. വമാ അന മിനൽ മുക്കല്ലഫീൻ, ഞാൻ നിങ്ങളുടെ ഉത്തരവാദിത്വം ഏറ്റെടുക്കണില്ല. അതും എന്നെ കൊണ്ട് ഏൽപ്പിച്ച പണിയല്ല. ഇത് എന്താ പരിപാടി എന്ന് ചോദിച്ചാൽ, എന്നോട് പറഞ്ഞത് നിങ്ങൾക്ക് എത്തിക്കാനുള്ളതാണ്. നിങ്ങൾ സ്വീകരിക്കാതിരിക്കുക അത് നിങ്ങളുടെ ഇഷ്ടമാണ്. അതിൻ്റെ പ്രതിഫലവും നിങ്ങൾ തന്നെ മേടിച്ചോളണം. ഇല്ലാ ദിക്റുല്ലിൽ ആലമീൻ, ഇത് ലോകർക്ക് മുഴുവനുള്ള ഉത്ബോധനം മാത്രമാണ്. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ സ്വീകരിക്കാം. വല തഅലമുന്ന നബഅഹു ബഅദ ഹീൻ, കുറച്ച് കഴിഞ്ഞാൽ നിങ്ങളിത് സ്വയം അങ്ങ് അനുഭവിച്ചോളൂ എന്നാണ് ആ പറയുന്നത്.
അതാണ് അവരിൽ സ്വയം ഹലാക്കിൽ പോയി പെടുകയാണ്. വമാ യശ്ഉറൂൻ, പക്ഷേ അവർക്ക് ആ ബോധമില്ല. ഒരാൾക്ക് ശുഊറില്ല എന്ന് പറഞ്ഞാൽ അയാൾക്ക് ആ ബോധമില്ല എന്നർത്ഥം. ഈ ബോധത്തിൽ നിന്ന് ഈ മനുഷ്യൻ പോയി, മനുഷ്യരാരാണെന്നുള്ള ബോധത്തിൽ നിന്ന് മനുഷ്യൻ പോയി, മനുഷ്യൻ്റെ സൃഷ്ടിച്ചതിൻ്റെ ലക്ഷ്യം എന്താണെന്നുള്ളതിൽ നിന്ന് പോയി, അവൻ്റെ അള്ളാഹു ആരാണെന്നുള്ളതിൽ നിന്ന് അവൻ പോയി. അതുകൊണ്ട് അവൻ സ്വയം നാശത്തിലേക്ക് പോകുന്നു. ആരാ അതിൻ്റെ ബെനിഫിഷ്യറി ആരാ? ഇബിലീസാണ്. ആ ശൈത്താനെ നമ്മൾ പരിഗണിച്ചേ ഇല്ല. നമ്മളോട് അദുവ്വു മുബീൻ എന്നാണ് പറയുന്നത്, വ്യക്തമായ ശത്രുവാണെന്ന്. ഇബിലീസിനെ നമ്മളെവിടെയും കാണില്ല വ്യക്താകാൻ. പക്ഷെ നമ്മൾ ആരാണെന്ന് നമ്മൾ തിരിച്ചറിഞ്ഞാൽ, എന്താണ് അള്ളാഹുവിൻ്റെ നമ്മളെ സൃഷ്ടിച്ചതിൻ്റെ ലക്ഷ്യമെന്ന് തിരിച്ചറിഞ്ഞാൽ ആ ഇബിലീസ് വ്യക്തമാവും. അല്ലെങ്കിൽ അതൊരിക്കലും വ്യക്തമാവാൻ പോണില്ല. അതൊരു ഇതിഹാസം പോലെ ഒരു കഥയാവുള്ളൂ. അതാണൊക്കെ ഈ പറയണത്. വലൗത്തറ ഇത് വഖിഫു, ഇനിയും ആ ഭാവനയിലേക്ക് കൊണ്ടുപോവുക. വലൗത്തറ, നീ കണ്ടാൽ, ഇത് വഖിഫു അലന്നാരി, ആ നരകത്തിൻ്റെ ആ വക്കത്ത് അല്ലെങ്കിൽ അതിൻ്റെ അടുത്ത് അവർ നിർത്തപ്പെട്ടത് നീ കാണുകയാണെങ്കിൽ, ഫഖാലു, എന്നിട്ട് അപ്പോൾ അവർ പറയും യാ ലൈതന, ഞങ്ങളുടെ നാശം, അല്ലെങ്കിൽ ഞങ്ങളെ ഒന്ന് മടക്കിയിരുന്നെങ്കിൽ, നുറദ്ദു വലാ നുകദ്ദിബ ബി ആയാത്തി റബ്ബിന, ഞങ്ങളുടെ രക്ഷിതാവിൻ്റെ ആയാത്തുകളെ കളവാതിരിക്കാൻ വേണ്ടിയിട്ട് ഇനി മടക്കാൻ വേണ്ടി പറയാം. ഇനി ഞങ്ങൾ കണക്കാവില്ല. കാരണം ഇപ്പം ഈ കണ്ടതൊക്കെ അവിടെ ഓർമ്മ ഉണ്ടാവുന്ന ഈ കൂട്ടർ വിചാരിക്കണതേ. അതായത് അപ്പോഴും വ്യാമോഹങ്ങളിലാണ് ഈ മനുഷ്യൻ. അത് നേരത്തെ നമ്മൾ മലക്കിനെ എന്താ അയക്കാത്തതെന്ന് ചോദിച്ചപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ. അതായത് മലക്കിനെ അയച്ചാലും മനുഷ്യൻ്റെ കോലത്തിൽ അയക്കുള്ളൂ, അപ്പോൾ നിങ്ങളിത് മലക്കാണെന്ന് വിചാരിക്കില്ല എന്നതുപോലെ തന്നെ ഇനിയിപ്പോൾ നിങ്ങൾ മടങ്ങിപ്പോയാലും ഇത് തന്നെ അവസ്ഥ. ഈ ഓർമ്മയൊന്നും വെച്ചിട്ടല്ല നമ്മളെ മടക്കി അയക്കുന്നത്. ഇപ്പം നമ്മളോട് അള്ളാഹു ആകാശ ലോകത്ത് വെച്ച് അർവാഹികളുടെ ലോകത്തൊരു കരാറെടുത്ത് അഞ്ഞ് അഹ്റാഫ് വരാൻ പോകുന്നതിൽ പറയുന്നുണ്ട്. ആ കരാറെടുത്ത് നമുക്കാർക്കെങ്കിലും ഓർമ്മ ഉണ്ടാ? അതേ അവസ്ഥയാവും ഇനി മടക്കി അയച്ചാലും. അപ്പോൾ അവർ വെറുതെ പറയാം, ഇനി അതൊന്നും അവിടെ നടക്കാൻ പോകുന്നില്ല. ഇനി വെറുതെ അവർക്കിങ്ങനെ വിലപിച്ചു കൊണ്ടിരിക്കാമെന്നല്ലാതെ ഈ നഷ്ടപ്പെട്ടു പോയതിൽ വിലപിക്കുക എന്ന് പറയുന്നത് തന്നെ ഒരു ശിക്ഷയാണ്. കാരണം മനുഷ്യനൊരിക്കലും അവിടെ ചെന്ന് നരകത്തിലെത്തിപ്പെട്ട മനുഷ്യരൊരിക്കലും ആ സിറ്റുവേഷനോട് രാജിയാവുന്ന പരിപാടിയില്ല. അത് നടക്കില്ല. നമ്മളിവിടെ ഏതൊരു പീഡനാവസ്ഥയിലും കുറച്ചെങ്ങണ്ടായാൽ പിന്നെ അങ്ങനെ ഉണ്ടാവും. പക്ഷെ ആ പരിപാടി അവിടെ നടക്കില്ല. അതുകൊണ്ട് വലാ നുകദ്ദിബ ബി ആയാത്തി റബ്ബിന, ഞങ്ങളുടെ റബ്ബിനെ ആയാത്തുകളെ കളവാതിരിക്കാനും വനകൂന മിനൽ മുഅ്മിനീൻ, ഞങ്ങൾ യഥാർത്ഥ വിശ്വാസികളിൽ പെട്ടവരാവാനും ഞങ്ങളെ ഒന്ന് മടക്കിയിരുന്നെങ്കിൽ എന്ന് അവർ വിലപിച്ചുകൊണ്ടേയിരിക്കുക എന്നല്ലാതെ വേറെ ഒരു കാര്യവും അതിലില്ല. നമുക്ക് നിർത്താം. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.